വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പരമരക്ഷകനായി പരലോകത്തിൽ വാഴുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ച വളരെ സംഭവബഹുലമായിട്ടാണ് കേരളത്തിൽ കടന്നുപോയിരിക്കുന്നത്. എടുത്തു പറയത്തക്ക 2 സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. കൊറോണ രോഗിയായ ഒരു ദളിത് പെൺകുട്ടിയെ നൗഫൽ എന്ന ആംബുലൻസ് ഡ്രൈവർ ബലാത്സംഗം ചെയ്തതും അതിനുശേഷം ഈ നൗഫലിനെ സോഷ്യൽ മീഡിയയിൽ രക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ കൈമൈ മറന്ന് പോരാട്ടം നടത്തിയതുമാണ് ഒന്നാമത്തെ സംഭവം. ആ വിഷയത്തെക്കുറിച്ചുള്ള ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമെന്നുള്ളത് കത്തോലിക്ക സഭയിലെ പ്രസിദ്ധ ധ്യാന ഗുരുവായ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ സമകാലീന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗം പലരെയും പൊള്ളിച്ചതാണ്. പലരെയും എന്ന് ഞാൻ പറഞ്ഞത് പുറത്തുള്ളവരെ മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്കകത്തുള്ളവരെയും ആ പ്രസംഗം ശരിക്കും പൊള്ളിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരകളായി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമൊക്കെ ചെന്ന് നരകിച്ചപ്പോൾ വായിൽ പഴം തിരികെ മിണ്ടാതിരുന്ന പലരും ഇപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞ വട്ടായിലച്ചനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ആക്രമണം നടത്തുന്നുണ്ട്. കേരളം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന തീവ്ര ചിന്താഗതിക്കാർ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെയൊക്കെ ഓരോരോ ഇടത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്ത് ഈ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി അവർ സംസാരിക്കും, അല്ലാത്തപ്പോൾ അവർ മിണ്ടാതിരിക്കുമെന്ന് തൻ്റെ പ്രസംഗത്തിൽ വട്ടായിലച്ചൻ പറഞ്ഞിരുന്നു. അത് 100-ൽ 101% സത്യമാണെന്ന് ജോസ് വള്ളിക്കാട്ടിനെ പോലുള്ളവർ തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കട്ടവരുടെ തലയിൽ പൂട കാണുന്നുണ്ടെന്ന് വട്ടായിലച്ചൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മാന്യന്മാരായി നമ്മൾ കരുതിയിരുന്ന പലരും തലയിൽ പൂട തപ്പുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂട തപ്പിയ ഒരാളെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇറക്കുന്നത്. കൃത്യമായി ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടി മാത്രം സംസാരിക്കുകയും ന്യായീകരിക്കുകയും അവരെ വെള്ളപൂശുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒരു കോമഡി പ്രോഗ്രാം ഉണ്ടല്ലോ, നിഷ്പക്ഷ നിലപാട്. ഏത് ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടി വസ്തുതകളെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാമോ അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചെടുക്കുന്ന ഈ അനിൽ മുഹമ്മദിൻ്റെ പ്രോഗ്രാമിൻ്റെ പേരാണ് നിഷ്പക്ഷ നിലപാട്. ആ പേര് തന്നെ കട്ട കോമഡിയാണ്. കാരണം ഈ ജിഹാദികളുടെ ഡിക്ഷണറിയും നമ്മുടെ ഡിക്ഷണറിയും രണ്ടാണ്. ഒരു വാക്കിൽ നമ്മൾ കാണുന്ന അർത്ഥമായിരിക്കില്ല അവരുടെ ഡിക്ഷണറിക്കകത്ത് അവർ കാണുന്നത്. അതല്ലെങ്കിൽ ഇത്ര പച്ചയ്ക്ക് പക്ഷം പിടിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന അനിൽ മുഹമ്മദ് തൻ്റെ പ്രോഗ്രാമിന് നിഷ്പക്ഷ നിലപാട് എന്ന് പേരിടില്ലല്ലോ. നമ്മൾ നിഷ്പക്ഷം എന്ന് നമ്മുടെ ഡിക്ഷണറി കാണുന്ന നിഷ്പക്ഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പക്ഷം പിടിക്കാത്തത്, ആരുടെയും ഭാഗത്തേക്ക് ചായാതെ എന്നുള്ളതാണ്. എന്നാൽ അനിൽ മുഹമ്മദിൻ്റെയൊക്കെ ഡിക്ഷണറിയിൽ നമ്മൾ ചെന്നിട്ട് അവിടുത്തെ നിഷ്പക്ഷം എന്നുള്ള വാക്ക് നമ്മൾ നോക്കിയാൽ കാണുന്നത് എന്താണെന്നറിയോ? നിഷ്പക്ഷം സമം ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും അവരുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഈ പ്രോഗ്രാമിന് പേരിടും? അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ 10 മിനിറ്റ് ആണെങ്കിലും അങ്ങേര് പറഞ്ഞ ഓരോ ആരോപണങ്ങളെയും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് പ്രമാണബദ്ധമായി മറുപടി പറഞ്ഞാൽ 10 മണിക്കൂർ വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. എന്നാൽ തൽക്കാലം ഞങ്ങളിപ്പോൾ അതിന് മുതിരുന്നില്ല. കാരണം നിലവിൽ ഞങ്ങൾക്ക് കുറേ വർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇനി അനിൽ മുഹമ്മദിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ പരമ്പര ഇറക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ 2 വീഡിയോ ഇറക്കുന്നുണ്ട്. ഈ വട്ടായിലച്ചനെതിരെ അദ്ദേഹം നടത്തിയ ആ വീഡിയോ ഉണ്ടല്ലോ, 10 മിനിറ്റ് വീഡിയോ, അതിന് മറുപടിയായിട്ട് 2 വീഡിയോ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോകൾക്ക് അനിൽ മുഹമ്മദിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണെങ്കിൽ ഞങ്ങൾ വിശദമായി തന്നെ ഓരോ പോയിന്റിനും മറുപടി പറയുന്നതാണ്. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ കൃത്യമായ ഡോക്യുമെൻറ്റ്സ് വെച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്കെല്ലാം താൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ തെളിവുകൾ നൽകിക്കൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയും പറയാതെ അതൊക്കെ അങ്ങ് അനിൽ മുഹമ്മദ് ഒഴിവാക്കി വിടുകയാണ്. അതെല്ലാം ഒഴിവാക്കി വിട്ടുകൊണ്ട് അടിസ്ഥാനരഹിതമായി വട്ടായിലച്ചനെതിരെ വ്യക്തിഹത്യാപരമായ ആരോപണങ്ങൾ ധാരാളമായിട്ട് ഉന്നയിക്കുകയാണ് അനിൽ മുഹമ്മദ് ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്.
വട്ടായിലച്ചൻ്റെ പേരിൻ്റെ പുറയിലുള്ള വട്ടായിൽ എന്നതിനെ പോലും എടുത്ത് അനിൽ മുഹമ്മദ് പരിഹസിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വട്ടായിലച്ചൻ പറഞ്ഞ മർമ്മപ്രധാനമായ കാര്യങ്ങൾക്കൊന്നും അനിൽ മുഹമ്മദിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് വീഡിയോ ഇറക്കിയിരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ആ കാര്യം മനസ്സിലാകും. അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ വട്ടായിലച്ചൻ പറയാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടാണ്. നമുക്ക് അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ ഒന്ന് കേൾക്കാം. മനുഷ്യരെ നശിപ്പിക്കുന്ന ജിഹാദിസ്റ്റുകൾ ഇവിടെ ഇപ്പം നാട്ടിൽ വല്ലാതെ സജീവമായിരിക്കുന്നു. അവർ കേരളത്തിൽ ക്രിസ്തീയ വംശഹത്യയാണ് നടത്തുന്നത്. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, സേവിയർ ഖാൻ വട്ടായിൽ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാന ഭാഗം സൂചിപ്പിക്കുന്നത് പോലെ വട്ടായിലാണോ വട്ടായതാണോ എന്ന് അറിഞ്ഞുകൂടാ. ആർക്കു വേണ്ടിയാണച്ചാ ഈ തള്ളു തള്ളുന്നത്? എവിടെയാണ് കേരളത്തിൽ ക്രിസ്ത്യൻ വംശഹത്യ നടത്തുന്നത്? ആരെ സുഖിപ്പിക്കാനാണ് ഈ വർത്തമാനം പറയുന്നത്? നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജിഹാദികൾ ക്രിസ്ത്യൻ വംശഹത്യ നടത്തുന്നു എന്ന് വട്ടായിലച്ചൻ പറഞ്ഞെന്നും പറഞ്ഞാണ് ഇയാളുടെ വീഡിയോ ആരംഭിക്കുന്നത്. അച്ഛൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധാപൂർവ്വം കേട്ടതാണ്. ഇങ്ങനെ ഒരു ആരോപണം അച്ഛൻ ജിഹാദികൾക്കെതിരെ ഉന്നയിച്ചതായി ഞാൻ കണ്ടില്ല. വേറെ 2 കൂട്ടർക്കെതിരെ അച്ഛൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ജിഹാദികൾക്കെതിരെ ഇങ്ങനൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. വട്ടായിലച്ചൻ ഉന്നയിക്കാത്ത ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്, അച്ഛന് വട്ടായി പോയോ എന്ന്. വാസ്തവത്തിൽ ആർക്കാണ് വട്ടായി പോയത്? ആർക്കാണ് തലയുടെ വെളിവ് നഷ്ടപ്പെട്ടു പോയത് എന്ന കാര്യം നാം ഇനി പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്ത്യൻ പുരോഹിതന്മാർ ആത്മീയ കാര്യങ്ങളും പിന്നെ ചാരിറ്റി വർക്ക്സുകളുമായി പോയാൽ മതി. അതിനപ്പുറം സമകാലീനമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടിയേക്കരുത്. മിണ്ടിയാൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന ധ്വനിയോടുകൂടിയാണ് അനിൽ മുഹമ്മദ് തൻ്റെ വീഡിയോയുടെ ആമുഖത്തിൽ സംസാരിക്കുന്നത്. ആ ആമുഖമൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിൽ മുഹമ്മദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ വളരെ പ്രസക്തമായ ചോദ്യം. നമുക്ക് ആ ചോദ്യം അനിൽ മുഹമ്മദിൽ നിന്ന് തന്നെ കേൾക്കാം. യഥാർത്ഥത്തിൽ ഈ സേവിയർ ഖാൻ വട്ടായിൽ എന്ന് പറഞ്ഞ അച്ഛൻ എന്ത് മര്യാദയാണ് സംസാരിച്ചത്? സേവിയർ ഖാൻ വട്ടായിൽ എന്ന് പറഞ്ഞ അച്ഛൻ എന്ത് മര്യാദയാണ് സംസാരിച്ചതെന്നാണ് അനിൽ മുഹമ്മദ് ചോദിക്കുന്നത്. ഇവർക്കെല്ലാം പൊള്ളുന്നതിന് കാരണമായ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ആകെത്തുക, അതിൻ്റെ കോർ കണ്ടന്റ് എന്ന് പറയാവുന്നത് നമുക്കിപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കെ തന്നെ ഒരു ചെറിയ വിഭാഗം അതിതീവ്ര സ്വഭാവം കാണിച്ച് മനുഷ്യരെ കൊല്ലാനും മനുഷ്യരെ നശിപ്പിക്കാനും സമുദായങ്ങൾ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി. ഇന്ന് അത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കാരശ്ശേരി മാഷ് തന്നെ പറഞ്ഞിരിക്കുന്നത് വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമല്ല, മീഡിയ പ്രവർത്തകരിലും സാഹിത്യകാരന്മാരുടെ ഇടയിലും എല്ലാം ഈ തീവ്ര സ്വഭാവമുള്ള ഇങ്ങനെയുള്ള തീവ്രവാദി പ്രത്യേകിച്ച് ജിഹാദിസ്റ്റുകൾ പോലെയുള്ളവർ ഉണ്ട് എന്ന് കാരശ്ശേരി മാഷ് തന്നെ അനുഭവം ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രവിക്കാം. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ്റെ പ്രസംഗത്തിൻ്റെ രത്ന ചുരുക്കമാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. സേവിയർ ഖാൻ വട്ടായിൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഈ പ്രസംഗത്തിൽ എന്ത് മര്യാദകേടാണുള്ളതെന്ന് ഡോക്ടർ അനിൽ മുഹമ്മദ് പറയണം. ഇനി അച്ഛന് ഈ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഇതുപോലും അച്ഛൻ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് പറഞ്ഞതല്ല എന്നുള്ള കാര്യം നാം മറക്കരുത്. MN കാരശ്ശേരി മാഷും കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് അഥവാ CNN എന്ന അന്താരാഷ്ട്ര ചാനലിൽ വന്ന റിപ്പോർട്ടും ഇന്ത്യ ടുഡേ നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷനിൽ വെളിച്ചത്ത് വന്ന വിവരങ്ങളും ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയും പിന്നെ ഷഖേന ചാനലിൽ വന്ന വാർത്തയും സക്കീർ നായിക് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളോട് നടത്തിയ ആഹ്വാനവും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടും പിന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുമൊക്കെ തൻ്റെ വാദത്തിന് തെളിവായി ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ നിരത്തിയിട്ടുണ്ട്. അതൊന്നും അനിൽ മുഹമ്മദ് കണ്ടിട്ടില്ല, അഥവാ കണ്ട ഭാവം നടിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്. സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കെ തന്നെ ഒരു ചെറിയ വിഭാഗം അതിതീവ്ര സ്വഭാവം കാണിച്ച് മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ നശിപ്പിക്കാനും സമുദായങ്ങളെ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി. ഇന്നത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാവരും തീവ്രവാദ സ്വഭാവം കാണിക്കുന്നു എന്നല്ല, സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഭൂരിപക്ഷം പേരും ഉള്ളപ്പോൾ തന്നെ
ഭൂരിപക്ഷം പേരും അങ്ങനെയുള്ളവരായിരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വിഭാഗം അതിതീവ്ര സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തൻ്റെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല, കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വട്ടായിലച്ചൻ പറഞ്ഞത്. എല്ലാവരെയും അച്ഛൻ പറഞ്ഞിട്ടില്ല. ഭൂരിഭാഗം പേരും സാഹോദര്യവും സമാധാനവും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ്, അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് അതിലൊരു ന്യൂനപക്ഷം മാത്രമാണ്, ഒരു ചെറിയ വിഭാഗം മാത്രമാണ് അതിതീവ്ര സ്വഭാവം കാണിക്കുന്നതെന്ന്. അപ്പോൾ അച്ഛനത് പറയുമ്പോൾ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ അത് പറയുന്നത് കേൾക്കുമ്പോൾ അനിൽ മുഹമ്മദ് എന്തിനാണ് ഇങ്ങനെ വെകിളി പൂണ്ട് വട്ടായിലച്ഛനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് വീഡിയോ ഇറക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അച്ഛൻ പറഞ്ഞ ആ ചെറിയ വിഭാഗം ഉണ്ടല്ല, ആ വിഭാഗത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ ഡോക്ടർ അനിൽ മുഹമ്മദ് എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന ഇടങ്ങളിൽ ഇക്കൂട്ടർ പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അതിലൊന്നാണ് ഈ നിഷ്പക്ഷൻ്റെ വേഷം, നിഷ്പക്ഷൻ്റെ ലേബലിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷെ പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളി വായിക്കാൻ കഴിയുമോ എന്ന് ബൈബിൾ ചോദിക്കുന്നത് പോലെ ഇവരൊക്കെ ഏത് വേഷങ്ങളിൽ വന്നാലും ഇവരുടെ അകത്തുള്ള ആ യഥാർത്ഥ സ്വഭാവമുണ്ടല്ലോ, അത് മറയ്ക്കാൻ സാധിക്കുകയില്ല. ഇതേപോലെയൊക്കെ അത് വെളിപ്പെട്ടു വരും. അതല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷം വരുന്ന അതിതീവ്ര സ്വഭാവം കാണിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞതിന് അനിൽ മുഹമ്മദിന് പൊള്ളേണ്ട കാര്യം എന്താണ്? അനിൽ മുഹമ്മദിന് മാത്രമല്ല, സെക്കുലറിസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കത്തോലിക്കർക്കും, അച്ഛന്മാരടക്കമുള്ള പല കത്തോലിക്കർക്കും പൊള്ളിയിട്ടുണ്ട്. വട്ടായിലച്ഛനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാൻ ഇവർക്കൊക്കെ എന്തൊരു ശുഷ്കാന്തിയാണെന്നറിയാമോ? ലവ് ജിഹാദിൽ കുരുങ്ങിയ കത്തോലിക്ക പെൺകുട്ടികൾ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയി ഒടുങ്ങിയപ്പോഴും, ഹാഗിയ സോഫിയ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ മോസ്കാക്കി മാറ്റിയപ്പോഴും, ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പോലും കൂട്ടം കൂടി വന്ന് വീട്ടിൽ നിന്നും കത്തോലിക്ക പെൺകുട്ടികളെ ജിഹാദികൾ പിടിച്ചിറക്കി കൊണ്ടുപോയപ്പോഴും, ജിഹാദികളുടെ വലയിൽ കുടുങ്ങിയ പല കത്തോലിക്ക പെൺകുട്ടികളുടെയും ശവശരീരങ്ങൾ കടലിൽ നിന്നും കൊക്കയിൽ നിന്നും കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ കിട്ടിയപ്പോഴും വായിൽ പഴം തിരികി മിണ്ടാതിരുന്നവന്മാരാണ് ഇന്ന് വട്ടായിലച്ഛനെതിരെ കുരയ്ക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വലിയ ട്രാജഡി. സമുദായ സ്നേഹമൊന്നുമല്ല, ഈന്തപ്പഴവും വിമാന ടിക്കറ്റുകളുമാണ് ഇവർക്ക് പ്രധാനമെന്ന് ഇവർ പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിൽ മുഹമ്മദ് നല്ല വൃത്തിക്ക് തന്നെ തൻ്റെ വിവരക്കേടുകൾ ആ വീഡിയോയിൽ തുറന്നു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരെണ്ണം നിങ്ങളുടെ മുമ്പാകെ കാണിക്കാം. അദ്ദേഹത്തിൻ്റെ വിവരക്കേട്, അറിവില്ലായ്മ, താൻ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച്, താൻ ഒരു വീഡിയോ ഇറക്കുമ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടോ. ഈ പല സ്ഥലങ്ങളിലും ധ്യാന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നേരത്തെ സഭയുടെ കീഴിലായിരുന്നു, സഭയുടെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ മുരിങ്ങൂർ ധ്യാന കേന്ദ്രവും പോട്ട ധ്യാന കേന്ദ്രവും വളർന്നു കഴിഞ്ഞപ്പോൾ അത് നടത്തുന്ന അച്ഛന്മാർക്ക് തോന്നി, എന്തിനാണ് ഈ സഭയുടെ പിന്തുണ, സഭയേക്കാൾ തങ്ങൾ വളർന്നല്ലോ എന്നോർത്ത് പെതിയെ സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി. ആ സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ കാരണം കേവലമായ പുണ്യം മാത്രമൊന്നുമല്ല, ആ പുണ്യത്തിനോടൊപ്പം ലഭിക്കുന്ന മറ്റു പല സമ്പത്തടക്കമുള്ള വിഷയങ്ങളുമുണ്ട്. ഏതായാലും അങ്ങനെ മാറിക്കഴിഞ്ഞതോടുകൂടി പിന്നെ അത്തരം ധ്യാനകേന്ദ്രങ്ങളെക്കുറിച്ച് ഇടയലേഖനങ്ങളോ പള്ളിയിൽ പറയുന്ന പരിപാടികളോ ഒന്നുമില്ലാതായി. അതങ്ങനെ അങ്ങ് മരവിപ്പ് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്ത് ഭരിക്കുന്നവരുമായി വലിയ ചങ്ങാത്തം വേണം. എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ നടക്കുന്ന നിയമലംഘനങ്ങളോ അത്തരം ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇവരെയൊക്കെ സുഖിപ്പിച്ച് വർത്തമാനം പറഞ്ഞെങ്കിലേ ഇവർക്കൊക്കെ നിലനിൽക്കാൻ കഴിയൂ. ഈ സേവ്യർ ഖാൻ വട്ടായിൽ എന്ന് പറയുന്ന അദ്ദേഹം സെഹിയോൺ എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രം പാലക്കാട് നടത്തുന്ന ഒരാളാണ്. അല്ല ചങ്ങാതി, നിങ്ങൾ പേരിന് മുമ്പ് ഡോക്ടർ എന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനല്ലേ? അറ്റ്ലീസ്റ്റ് ആ പദത്തിനോടെങ്കിലും നിങ്ങൾ നീതി കാണിക്കണ്ടേ? ഇങ്ങനെയൊക്കെ നുണ പറയാമോ? കത്തോലിക്ക സഭയിലെ ധ്യാനകേന്ദ്രങ്ങൾ സഭയുടെ കീഴിലല്ല, സഭയേക്കാൾ വളർന്ന വ്യക്തികളുടെ കീഴിലാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് പരിചയമുള്ള ഏതെങ്കിലും ഒരു കത്തോലിക്കനോട്, നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, ഒരു കത്തോലിക്കനെയെങ്കിലും നിങ്ങൾക്ക് പരിചയം കാണില്ലേ? അപ്പോൾ പരിചയത്തിലുള്ള ആ ഒരു കത്തോലിക്കനോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടേ? അതല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണ്ടേ? നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് റോങ് ഇൻഫർമേഷൻ കൊടുത്ത് അവരെ മിസ്ലീഡ് ചെയ്യിക്കുന്നതിൽ ഒരു മനസാക്ഷിക്കുത്തും നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം മനസാക്ഷി ഉള്ളവർക്കേ മനസാക്ഷിക്കുത്തുണ്ടാകൂ എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇയാളുടെ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, ഇയാൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് കാര്യങ്ങൾ. കത്തോലിക്ക സഭയിലെ അച്ഛന്മാരോ കന്യാസ്ത്രീമാരോ കത്തോലിക്ക സഭയുടെ കീഴിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് അതങ്ങനെ തുടങ്ങി അതങ്ങ് വളർന്ന് വലുതായി കഴിയുമ്പോൾ സഭയിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി മാറിപ്പോവുകയല്ല, നേരെ തിരിച്ചാണ്.
അതായത് ഏതെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീയോ സ്വതന്ത്രമായി തുടങ്ങുന്ന ഒരു സ്ഥാപനം വളർന്നു കഴിയുമ്പോൾ കത്തോലിക്ക സഭ ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്ത് സഭയുടെ കീഴിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരു കാര്യം, നിറയെ പേര് ഇപ്പം ഈ വീഡിയോ കാണുന്ന പലരും മദർ തെരേസയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ചരിത്രമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മദർ തെരേസ കുറച്ച് കന്യാസ്ത്രീമാരെയും കൂട്ടി ഇത് ആരംഭിക്കുന്ന സമയത്ത് കൽക്കട്ടയിലെ തെരുവുകളിലുള്ള അനാഥ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് വരികയും അതുപോലെ രോഗികളായി വീട്ടിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അവരെയൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അത് ചെറുതായിട്ടത് അങ്ങ് ആരംഭിക്കുന്ന സമയത്ത് അത് കത്തോലിക്ക സഭയുടെ അംഗീകാരമുള്ള ഒന്നായിരുന്നില്ല. ഔദ്യോഗികമായി അത് സഭയുടെ കീഴിലായിരുന്നില്ല. ഔദ്യോഗികമായി സഭ ആ സമയത്ത് അതിനെ അംഗീകരിച്ചിട്ടില്ല. പിന്നീട് ആ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലത്തോളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ ആ പ്രസ്ഥാനം പകുതിക്ക് വെച്ചിട്ടിട്ട് പോകില്ല, അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, അതിനുള്ള മനസ്സും ഇച്ഛാശക്തിയും കഴിവും ഒക്കെ അവർക്കുണ്ടെന്ന് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിന് ബോധ്യമായപ്പോൾ അവരതിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും സഭയുടെ കീഴിലാക്കുകയും ചെയ്തു. ഇയാൾ പറയുന്നത് പോലെയല്ല. അൽ മുഹമ്മദ് പറയുന്നത് സഭയുടെ കീഴിൽ സഭയുടെ എല്ലാ ഇതും ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ടൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതങ്ങ് വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ ഞാൻ തുടങ്ങിയാണെന്നും പറഞ്ഞിട്ട് തുടങ്ങിയ ആൾക്കാർ സഭയെക്കാളും വളർന്ന് വലുതായ ടീമുകൾ അതിനെ കൊണ്ട് മാറ്റി സ്വന്തമായിട്ട് തൻ്റെ സ്വകാര്യ സ്വത്ത് പോലെ അതിനെ ഉപയോഗിക്കുന്നതാണ് അൽ മുഹമ്മദ് പറഞ്ഞത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവം. നേരെ തിരിച്ചാണ്. അത് കത്തോലിക്ക സഭയുടെ സിസ്റ്റം ഈ വിധത്തിലാണെന്നുള്ള കാര്യം അൽ മുഹമ്മദിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ രീതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അൽ മുഹമ്മദിനോട് എനിക്കൊരു ഉപദേശമുള്ളത്, താങ്കൾ ഇനിയെങ്കിലും ഓരോ വീഡിയോയും ഇറക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അത്യാവശ്യം അത് ചെയ്യണം. താങ്കളുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ധാർമ്മിക ബാധ്യത ഉണ്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നെങ്കിൽ താങ്കൾ ചെയ്യേണ്ട കാര്യം അതാണ്. ധ്യാനകേന്ദ്രങ്ങൾ പണമുണ്ടാക്കുന്നു എന്നുള്ള ആരോപണത്തെക്കുറിച്ചൊന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു മതസ്ഥാപനത്തിനും പണം ഉണ്ടാക്കാം. അതൊരു തെറ്റായ കാര്യമാണെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നില്ല. ഉണ്ടാക്കുന്ന പണം നിയമവിധേയമായ മാർഗത്തിലൂടെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്തോളം കാലം ഒരു കുഴപ്പമില്ല. എത്ര പണം, എത്ര കോടി വേണമെങ്കിലും ഏത് മതസ്ഥാപനത്തിനും, അത് ഇസ്ലാം മതസ്ഥാപനങ്ങൾക്കാകാം, ഹിന്ദുമതം, ക്രിസ്തുമതം, ഏതോ ആകട്ടെ, ഏത് സ്ഥാപനത്തിനും ഉണ്ടാക്കാം. ഒരു കുഴപ്പമില്ല. പിന്നെ ധ്യാനകേന്ദ്രങ്ങൾക്കകത്ത് നിയമലംഘനങ്ങൾ നടക്കുന്നു, നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് കേന്ദ്രത്തിലിരിക്കുന്നവരെ സുഖിപ്പിച്ച് വർത്തമാനം പറയുന്നതെന്ന് അനിൽ മുഹമ്മദ് പട്ടായലച്ചനെതിരെ ആരോപിച്ചല്ലോ. ആ ആരോപണം സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാകാനാണ് സാധ്യത. കാരണം ഇദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ സിസ്റ്റം എങ്ങനെയാണെന്നോ ധ്യാനകേന്ദ്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള യാതൊരു അറിവുമില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ ധ്യാനകേന്ദ്രങ്ങളൊക്കെ സഭയുടെ കീഴിൽ ആരംഭിക്കുകയും വളർന്നു വലുതായി കഴിയുമ്പോൾ സഭയിൽ നിന്ന് വിട്ട് സ്വതന്ത്രമായി നിൽക്കുകയും ചെയ്യുമെന്ന് ഒരാളും പറയുകയില്ല, ഉറപ്പാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. കത്തോലിക്ക സഭയുടെ ധ്യാനകേന്ദ്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു പിടിയില്ല. അത് നമുക്ക് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മതസ്ഥാപനങ്ങളെക്കുറിച്ചും മതസ്ഥാപനങ്ങൾ എങ്ങനെ പണം ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചും മതസ്ഥാപനങ്ങൾക്കകത്ത് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹത്തിനുള്ള അറിവ് സ്വന്തം മതത്തിലെ സ്ഥാപനങ്ങൾ, അതായത് യത്തീംഖാന പോലെയുള്ളതും ദർസ് പോലെയുള്ളതുമായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ സ്ഥാപനങ്ങൾ അവയൊക്കെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ നിയമലംഘനങ്ങളാണ് അത് നടത്തുന്നവർ, അതിൻ്റെ പുറകിലുള്ളവർ നടത്തുന്നത്, പിന്നെ എത്രമാത്രം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ സംഘടനകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് അകത്ത് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയതായിരിക്കാനേ വഴിയുള്ളൂ. പണ്ടേ ഈ നിയമലംഘനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഇസ്ലാം മത സ്ഥാപനങ്ങളിലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ, ഇസ്ലാം മത സ്ഥാപനങ്ങളിലൊക്കെ പണ്ടേ നിയമലംഘനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും പിന്നെ അത് കഴിഞ്ഞ് പ്രാദേശിക പാർട്ടികളുടെയൊക്കെ സഹകരണത്തോടുകൂടെ വാജ്പേയിയൊക്കെ ഭരിച്ചല്ലോ, BJPയുടെ ആ ഭരണകാലത്തൊക്കെ ഈ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അന്നും ഉസ്താദുമാരുടെ ലീലാവിലാസങ്ങൾ നിർബാധം നടക്കുന്നുണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെ അതൊക്കെ നടക്കണം, അതിൻ്റെ താളത്തിന് അതൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കാർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്തി. അതോടെ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. കാരണം മുൻപ്
ഈ കൂട്ടുമുന്നണിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിനെ സൂചിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറയാം, മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല, മറ്റു മുസ്ലിങ്ങൾക്കാർക്കും. പിന്നെ മുന്നണി സംവിധാനത്തിൽ BJP ഭരിക്കുമ്പോൾ, അതായത് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കുമ്പോൾ, ഏതെങ്കിലും ഘടകകക്ഷി പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ സർക്കാർ താഴെ പോകുമെന്നുള്ളൊരു സ്ഥിതിയിൽ BJPനെ പുകഴ്ത്തുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക വേണ്ട, ഈ ഘടകകക്ഷികളെ സൂചിപ്പിച്ചാൽ മതി. ഘടകകക്ഷികൾ ഇവർക്ക് വേണ്ടി അവിടെ കാര്യങ്ങൾ ചെയ്തോളും. അന്നും പ്രശ്നമില്ലാതെ പോയി. പക്ഷേ ഇന്ന് ഒറ്റയ്ക്കാണ് BJP ഭരിക്കുന്നത്, ഘടകകക്ഷികളോടെ അല്ല. അപ്പോൾ ഇപ്പം സൂചിപ്പിക്കണമെങ്കിൽ BJPനെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. അങ്ങനെ എങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾ തന്നെ ഇവരെ കണ്ടം വഴി ഓടിപ്പിക്കും, ഇവരെ പഞ്ഞിക്കിടും. അപ്പോൾ അത് മനസ്സിലായപ്പോൾ മുസ്ലിങ്ങൾ ഇപ്പോഴത്തെ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ എന്ത് ചെയ്ത് BJPനെ ഒന്നും സൂചിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഫലം എന്താണ്? NIA, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ് തുടങ്ങി പലവിധമായ അന്വേഷണ ഏജൻസികളുടെ ഘോഷയാത്രയാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക്. ഈ അന്വേഷണ ഏജൻസികളുടെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഘോഷയാത്രയാണ്. മുൻ കേന്ദ്ര സർക്കാരുകളുടെ കാലത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട ഒരാൾ പോലും ഇവരെ അന്വേഷിച്ച് വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനിൽ മുഹമ്മദ് പറഞ്ഞത്. അവരെയൊക്കെ ഇവർ സുഖിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു, അല്ലാതെ ഇവർ നിയമലംഘനം നടത്താതിരുന്നുകൊണ്ടൊന്നുമല്ല. നിയമലംഘനമൊക്കെ ഇന്ന് ഇപ്പം ഈ പെട്ടതുപോലെയൊക്കെ തന്നെ അന്നും ചെയ്യുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ പാട്ടിൽ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സൂചിപ്പിച്ച് നിർത്താൻ അന്ന് അവർക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ മോഡി ഗവൺമെൻറ് വന്നപ്പോൾ ഇവർക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, മോഡിയെ സൂചിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇവരെ പഞ്ഞിക്കിടും, അത് ഇവർക്കറിയാം. അപ്പോൾ സൂചിപ്പിക്കാൻ പറ്റാതായപ്പോൾ ഇവരുടെ നിയമലംഘനങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അനിൽ മുഹമ്മദ് കത്തോലിക്ക സഭയുടെ ധ്യാന കേന്ദ്രങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏതായാലും നമുക്ക് അനിൽ മുഹമ്മദിൻ്റെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ അവർക്ക് പിന്തുണ കിട്ടാൻ, പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ BJPയുടെ പിന്തുണ കിട്ടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും അവരവരുടെ സമ്പത്തും അവരവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതും അതിൻ്റെ വിസ പ്രോസസ്സിങ്ങും അതുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥ എത്തിച്ചേരും. അതിന് ഏറ്റവും നല്ല പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അവരെ എതിർക്കാതിരിക്കുക. എന്നാൽ അവർ സുഹൃത്തുക്കളാണോ? അല്ല. അനിൽ മുഹമ്മദ് ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. സെഹിയോൻ ധ്യാനകേന്ദ്രം വട്ടായിലച്ചൻ്റെ സ്വകാര്യ സ്വത്തായതുകൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് വട്ടായിലച്ചൻ സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അട്ടപ്പാടി സെഹിയോൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കണം. അതിൽ എബൌട്ട് അസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ സംഗതി കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉടമസ്ഥൻ ബഹുമാനപ്പെട്ട വട്ടായിലച്ചനല്ല, പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക റിട്രീറ്റ് സെൻ്ററാണ് ഇത്. പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക റിട്രീറ്റ് സെൻ്ററാണ്. ഇതിൻ്റെ രക്ഷാധികാരി പാലക്കാട് രൂപത ബിഷപ്പാണ്. അതായത് ഈ റിട്രീറ്റ് സെൻറ്ററിൻ്റെ വരുമാനമൊന്നും വട്ടായിലച്ചൻ്റെ പോക്കറ്റിലേക്കല്ല പോകുന്നത്. അതിൻ്റെ ചെലവുകൾ വട്ടായിലച്ചൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുമല്ല നടത്തുന്നതും. അപ്പോൾ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആരെയെങ്കിലും സുഖിപ്പിക്കേണ്ട ആവശ്യം വട്ടായിലച്ചനില്ല. അവിടുത്തെ കെട്ടിടങ്ങൾ ഒരുപക്ഷെ വട്ടായിലച്ചൻ്റെ പേരിലോ അല്ലെങ്കിൽ വട്ടായിലച്ചനും കൂടി ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം കെട്ടിടങ്ങൾ പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല എന്നതിനാൽ അത് ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. വാഹനം, കെട്ടിടങ്ങൾ, ഇതുപോലെയുള്ളതൊക്കെ ലോകത്തുള്ള എല്ലാ വാഹനങ്ങളാകട്ടെ കെട്ടിടങ്ങളാകട്ടെ അതെല്ലാം ഇങ്ങനെയാണ്, ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിനകത്തുള്ള കെട്ടിടങ്ങൾ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വട്ടായിലച്ചൻ്റെ പേരിലാകാം. കാരണം അച്ഛനാണത് സ്ഥാപിച്ചത്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം വട്ടായിലച്ചനല്ല, പാലക്കാട് രൂപതയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അനിൽ മുഹമ്മദിൻ്റെ ഈ ആരോപണം ഉണ്ടല്ലോ, അതായത് വട്ടായിലച്ചൻ്റെ സ്വകാര്യ സ്വത്തായിരിക്കുന്ന ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, അതിനെതിരെ കേന്ദ്ര അന്വേഷണങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസംഗിക്കുകയാണെന്നുള്ള ഈ ആരോപണം അത് അടിസ്ഥാനരഹിതമായതാണ്. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അദ്ദേഹം പറഞ്ഞത് കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചത്. ഈ നിഷ്പക്ഷ നിലപാടെന്നും പറഞ്ഞു വരുന്ന അനിൽ മുഹമ്മദിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണ് യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത് ഇവിടെയാണ്.
വളരെ വ്യക്തമായി ആധികാരിക തെളിവുകൾ നൽകിക്കൊണ്ട് വട്ടായിലച്ചൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് 1 മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില പദപ്രയോഗങ്ങൾ എടുത്ത് പെരുപ്പിച്ച് കാണിച്ച് നിഷ്പക്ഷൻ എന്ന ലേബലിൽ മറുപടി പറയാൻ വന്നിരിക്കുന്ന അനിൽ മുഹമ്മദ് യാതൊരു തെളിവുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണം അച്ഛനെതിരെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. സിഹിയോൻ ധ്യാന കേന്ദ്രം കത്തോലിക്ക സഭയുടെ കീഴിലല്ല, സഭയേക്കാൾ വളർന്ന വട്ടായിലച്ചൻ്റെ സ്വകാര്യ സ്വത്താണെന്നും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കാൻ അച്ഛൻ ആ പ്രസംഗം നടത്തിയതെന്നും പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കേണ്ട മര്യാദ അനിൽ മുഹമ്മദിനില്ലേ? ഇല്ലേ? അതോ ഒരു യൂട്യൂബ് ചാനൽ കയ്യിലുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, കാണാൻ കുറച്ച് ആൾക്കാരും ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും യാതൊരു തെളിവുമില്ലാതെ ഏതൊരു വ്യക്തിക്ക് എതിരെ വേണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും സംസാരിച്ചാൽ അവരെ വ്യക്തിഹത്യ ചെയ്ത് തേജോവധം ചെയ്ത് അവരെ നിശബ്ദരാക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നതാ? അതാണോ നിങ്ങളുടെ ഉള്ളിലിരിപ്പ്? അതാണോ നിങ്ങളുടെ ധാർമ്മികത? എന്താണത്? പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവ് വേണ്ടേ? തെളിവൊന്നുമില്ലാതെ വെറുതെ അങ്ങനെ വിളിച്ച് പറയുന്നതാണ്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നതിൻ്റെ പേരിലുള്ള ഒരു 100 ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നൊക്കെ അൽ മുഹമ്മദ് പറഞ്ഞല്ലോ. ഇപ്പോൾ ആരാണ് അത്തരം ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പത്രം വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നല്ലേ ഉള്ളൂ, അല്ലേ? ഇതൊരു ഒന്നാന്തരം സെൽഫ് ഗോളല്ലേ? അൽ മുഹമ്മദോടെ അടിച്ചിരിക്കുന്നപ്പോൾ ഒരു സെൽഫ് ഗോളല്ലേ? പക്ഷാപാതപരമായി യാതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി വരെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം മാത്രമല്ല സ്വർണവും ഇങ്ങോട്ടേക്ക് കടത്തിയതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ചോദ്യങ്ങളല്ല, പത്രങ്ങളിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളൊന്നും അല്ല. ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പല മന്ത്രിമാരും അഴിമതികളിലും മറ്റു പലതിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമുക്കറിയാം, ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇന്ന് വരെ, എൻ്റെ അറിവിൽ ഇന്ന് വരെ വിദേശത്ത് നിന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയതിൻ്റെ പേരിൽ അന്വേഷണം നേരിടുന്ന അത് എൻ്റെ അറിവിൽ ആദ്യമാണ്. വേറെ ഒരു മന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മന്ത്രി പോലും ഇങ്ങനൊരു ആരോപണത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യലിന് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ, അതായത് ഈ വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ പേരിൽ 100 ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അൽ മുഹമ്മദിൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അൽ മുഹമ്മദിൻ്റെ മതത്തിലുള്ളവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽപ്പെട്ട ആൾക്കാർ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെയാണ് ഇതൊക്കെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എങ്ങനെയാണ് മിസ്റ്റർ അനിൽ മുഹമ്മദ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സെൽഫ് ഗോൾ അടിക്കാൻ പറ്റുന്നത്? ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ, ഇതുപോലത്തെ സെൽഫ് ഗോൾ അടിക്കാൻ. ഞങ്ങൾക്കാർക്ക് പറ്റുമൊന്നുമില്ല, സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കഴിവ് തന്നെയാണ്, സമ്മതിച്ചു തന്നിരിക്കുന്നു. അൽ മുഹമ്മദിൻ്റെ അടുത്ത കരച്ചിൽ വട്ടായിലച്ചൻ ബാലൻസിങ് പ്രസംഗം നടത്തിയില്ല എന്നതാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്തെല്ലാം സംഭവങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും ഈ പറയുന്ന BJP സംഘപരിവാർ ശക്തികളിലെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ളവർ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഹൈദരാബാദിലെ തെലങ്കാനയിൽ ഏതാണ്ട് 100-ലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർക്കപ്പെട്ടത്. തകർത്ത് തരിപ്പണമാക്കി, നാമാവിശേഷമാക്കി. പക്ഷേ പഞ്ചപുച്ഛമടക്കി സ്തുതി പാടി നിന്നതല്ലാതെ ഒരു ശബ്ദമുയർത്താൻ ഈ സേവ്യർ ഖാൻ വട്ടായിൽ നിന്നല്ല, ഇതിൻ്റെ ഇരട്ടി വട്ടായിൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇത് ഇവന്മാരുടെ സ്ഥിരം തന്ത്രമാണ്. ഈ തന്ത്രം ഇവരെ പഠിപ്പിച്ചു കൊടുത്തത് കേരളത്തിലുള്ള സാംസ്കാരിക നായകർ എന്നും പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരാണ്. ഇസ്ലാമിനെ മാത്രമായി അവരൊരിക്കലും വിമർശിക്കില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ 2 ഇരട്ടി സംഘപരിവാറിനെയും അവർ വിമർശിക്കും. അങ്ങനെ ബാലൻസിങ് ആയ വിമർശനം മാത്രമേ അവർ നടത്തുകയുള്ളൂ. അതേസമയം സംഘപരിവാറിനെ വിമർശിക്കുന്ന സമയത്ത് ഈ ബാലൻസിങ് ഒന്നും ഇല്ലാട്ടാ, അതിനൊന്നുമില്ല. സംഘപരിവാറിനെ മാത്രമായിട്ട് വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാമിനെ വിമർശിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം സംഘപരിവാറിനെയും ഉറപ്പായും വിമർശിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് വർഗീയ പ്രസംഗമായി മുദ്രകുത്തപ്പെടും. നട്ടെല്ലിനുറപ്പില്ലാത്ത ചില സാംസ്കാരിക നായകൾ, പിന്നെയും നാവ് പിഴ വരികയാണ്, സാംസ്കാരിക നായകരാണ് ഈ ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. വിമർശനം നേരിടേണ്ടി വരുന്ന സമയത്തെല്ലാം ജിഹാദികൾ ഈ കീഴ്വഴക്കത്തിൻ്റെ സുരക്ഷിതത്വം ആസ്വദിച്ചു വരികയായിരുന്നു. അതായത് ഞങ്ങളെ മാത്രമല്ലല്ലോ, അവനെയും പറയുന്നുണ്ടല്ലോ, ഞങ്ങളെക്കുറിച്ച് ഇത്രേ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയല്ല അവനെക്കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല.
എന്നുള്ള നിലയിൽ ഇവർ ഇരിക്കുകയായിരുന്നു. അത് എൻ്റെ ഒരു കണ്ണല്ലേ പോയുള്ളൂ, അവൻ്റെ 2 കണ്ണും പോയല്ലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു ഇവർക്കെതിരെ വരുന്ന ഓരോ പ്രസംഗത്തിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബാലൻസിങ് അല്ലാത്ത ഒരു പ്രസംഗം ഒരു ക്രൈസ്തവ നേതാവിൽ നിന്ന് വരുന്നത്. ബാലൻസിങ് അല്ലാതെ വസ്തുതകളെ മാത്രം നിരത്തി വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. അത് ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇവർക്ക് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഈ ബാലൻസിങ് ചെയ്യാത്ത കൃത്യമായ വസ്തുതകളെ മാത്രം അവതരിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗം അടുത്ത കാലത്ത് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ പ്രസംഗത്തിനും ഓരോ വിഷയമുണ്ട്. ആ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളത് ജിഹാദികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. വട്ടായിലച്ചൻ ഇവിടെ കൃത്യമായി വിഷയത്തിനകത്ത് നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഭാരതത്തിലെ കാര്യമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സംഘപരിവാർ അല്ല ഭീഷണി. സംഘപരിവാറിന് വേരോട്ടം ഏറ്റവും കുറഞ്ഞ ഇടമാണ് കേരളം. അതുകൊണ്ട് ഇവിടെ സംഘപരിവാർ അല്ല ക്രൈസ്തവർക്ക് ഭീഷണി. വട്ടായിലച്ചൻ പറഞ്ഞ ആ അതിതീവ്ര സ്വഭാവം കാണിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ടല്ലോ, ആ ചെറിയ വിഭാഗമാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഭീഷണി ഉയർത്തുന്നത്. സംഘപരിവാർ പ്രവർത്തകർ കേരളത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് പീഡിപ്പിച്ച് മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കൊണ്ടുപോകുന്നില്ല. കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള ഫണ്ടിൻ്റെ 80% അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതും ഈ സംഘപരിവാറൊന്നും അല്ല. അതൊക്കെ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്ന് അച്ഛൻ തൻ്റെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതിൽ എന്ത് തെറ്റാണ് അനിൽ മുഹമ്മദ് കാണുന്നതെന്നൊന്ന് പറ. എന്ത് തെറ്റാണ് അതിനകത്തുള്ളത്? സംഘപരിവാർ തെലുങ്കാനയിൽ മാത്രമല്ല, കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കേരളത്തിനകത്ത് ജിഹാദികൾ ചെയ്യുന്ന കാര്യങ്ങൾ മിണ്ടാൻ പാടില്ലെന്നോ, കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ മറ്റവർ ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് കേരളത്തിനകത്ത് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ജിഹാദികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കേരളത്തിനകത്ത് മാത്രമല്ലേ നിങ്ങളെ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ പുറത്ത് നോക്കിയേ ഇന്ത്യ മുഴുവനും മറ്റവരല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് പറ, ഞങ്ങളെക്കുറിച്ച് മിണ്ടരുതെന്ന് പറയുന്നു. കേരളത്തിന് വെളിയിൽ സംഘപരിവാർ എന്ത് ചെയ്യുന്നു എന്നായിരുന്നില്ല, കേരളത്തിനകത്ത് അതിതീവ്ര സ്വഭാവം കാണിക്കുന്ന ഒരു ചെറിയ വിഭാഗം എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് തെളിവുകളുടെ അകമ്പടിയോടെ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ പറഞ്ഞത്. അപ്പോൾ കേരളത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുമ്പോൾ തെലുങ്കാനയിലെ കാര്യം കൂടി പറഞ്ഞ അച്ഛൻ അത് ബാലൻസ് ചെയ്തില്ല. അതാണ് അനിൽ മുഹമ്മദിൻ്റെ പ്രശ്നം. പുള്ളിയുടെ അസുഖം അതാണ്. ഞാൻ പറഞ്ഞില്ല, ഇവർ ഈ ബാലൻസിങ് പ്രസംഗം കേട്ട് ഇവർ അങ്ങനെ കുഴപ്പമില്ലാത്ത ലെവലിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ബാലൻസിങ് അല്ലാത്തൊരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവരുടെയൊക്കെ അസുഖം. ഏതായാലും ആ അസുഖത്തിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലില്ല. ഇനിയും ബാലൻസിങ് അല്ലാത്ത പ്രസംഗങ്ങൾ തന്നെ വരും. പലരും പ്രസംഗിക്കും, വട്ടായിലച്ചൻ മാത്രമല്ല, പല ആളുകൾ ഇനി ബാലൻസിങ് അല്ലാത്ത രീതിയിൽ പ്രസംഗിക്കും. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റുള്ളവരും കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് ശരിയായ അവബോധമുള്ള പല ആളുകളും ബാലൻസിങ് അല്ലാത്ത പ്രസംഗങ്ങൾ ഇനി നടത്തി തുടങ്ങും. വർഗീയ പ്രസംഗം എന്ന് ചാപ്പയടിച്ച് അതിനെ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്താമെന്ന് അവഗണിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെ അനിൽ മുഹമ്മദ് വേറൊരു കാര്യം പറയുന്നുണ്ട്. സേവർ ഖാൻ വട്ടായിലച്ചൻ പഞ്ചപുച്ഛമടക്കി സംഘപരിവാറിന് സ്തുതി പാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന്. വട്ടായിലച്ചൻ എപ്പോഴാണ് സംഘപരിവാറിന് സ്തുതി പാടിക്കൊണ്ട് നിന്നത്? എപ്പോഴാണത്? ആ കാര്യം മിസ്റ്റർ അനിൽ മുഹമ്മദ്, നിങ്ങളൊരു മാന്യനാണെങ്കിൽ അത് വ്യക്തമാക്കണം, അതിൻ്റെ തെളിവ് നിങ്ങൾ ഹാജരാക്കണം. നിഷ്പക്ഷൻ എന്നുള്ള ലേബലിൽ വന്നുകൊണ്ട് നിങ്ങൾ യാതൊരു തെളിവും നൽകാതെ വട്ടായിലച്ചനെതിരെ കുറേ നുണ പറഞ്ഞു. അതൊക്കെ നുണയാണെന്ന് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വട്ടായിലച്ചൻ പഞ്ചപുച്ഛമടക്കി സംഘപരിവാറിന് സ്തുതി പാടിക്കൊണ്ടു നിന്നു എന്ന് നിങ്ങൾ ആരോപിച്ചല്ലോ, ആ ഒരു ആരോപണത്തിനെങ്കിലും നിങ്ങൾ തെളിവ് ഹാജരാക്കണം. അതാണ് എൻ്റെ മാന്യത. അതല്ലാന്നുണ്ടെങ്കിൽ അനിൽ മുഹമ്മദ് എന്ന ജിഹാദി സ്വന്തം മതം വളർത്താൻ വേണ്ടി തിരിച്ചൊന്നും പറയില്ല എന്നുറപ്പുള്ള അന്യമതസ്ഥർക്കെതിരെ നിഷ്പക്ഷൻ എന്ന ലേബലിൽ നിന്നുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തിഹത്യ നടത്തി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചിന്താശേഷിയുള്ള സുബോധമുള്ള ആൾക്കാർ മനസ്സിലാക്കും. അത്രേ ഉള്ളൂ. അവർക്കത് കൃത്യമായിട്ട് പിടികിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. പിന്നെ തെലുങ്കാനയിൽ എവിടെയാണ് 100 കൊല്ലം പഴക്കമുള്ള ചർച്ച് നശിപ്പിച്ചത്? നിങ്ങൾ വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്നുകൂടി വേണമെങ്കിൽ കേൾക്കാം. തെലുങ്കാനയിലെ ചർച്ച് തകർക്കുക മാത്രമല്ല, ഒരു കല്ലിൽ 2 മാങ്ങയാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. അതായത് സംഘപരിവാറിനെ അടിച്ചു, അച്ഛനെ അടിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് കേൾക്കാം, ഒന്നുകൂടി കേൾക്കാം. എന്തെല്ലാം സംഭവങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും ഈ പറയുന്ന BJP സംഘപരിവാർ ശക്തികളിലെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ളവർ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഹൈദരാബാദിലെ തെലുങ്കാനയിൽ ഏതാണ്ട് 100-ലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർക്കപ്പെട്ടത്.
തകർത്ത് തരിപ്പണമാക്കി നാമാവിശേഷമാക്കി. പക്ഷേ പഞ്ചപുച്ഛമടക്കി സ്തുതി പാടി നിന്നതല്ലാതെ ഒരു ശബ്ദമുയർത്താൻ ഈ സേവ്യർ ഖാൻ വട്ടായിൽ നിന്നല്ല, ഇതിൻ്റെ ഇരട്ടി വട്ടായിൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഹൈദരാബാദിലെ തെലങ്കാനയിൽ 2 ആഴ്ച മുൻപ് 100-ലധികം വർഷം പഴക്കമുള്ള പള്ളി സംഘപരിവാർ തകർത്ത് തരിപ്പണമാക്കി, അത് നാമാവശേഷമാക്കി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല അങ്ങനെ അവരത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണവും, ഒരു വട്ടായിലല്ല 100 വട്ടായിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രതികരണവും ഉണ്ടാകുകയില്ല, അവരെ സുഖിപ്പിച്ചു നിർത്തും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഈ ക്ലിപ്പ് നിങ്ങളെ വീണ്ടും കേൾപ്പിച്ചത് അനിൽ മുഹമ്മദിൻ്റെ ഒക്കെ റിസർച്ച് ചെയ്ത രീതിയിലുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് നിഷ്പക്ഷൻ എന്നുള്ള ലേബലിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത്. സംഘപരിവാറിനെയും രണ്ടു കൂട്ടരെയാണ് ഒരേ സമയത്ത് ഇസ്ലാമിന് വേണ്ടി ഇദ്ദേഹം അടിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. തെലങ്കാനയിലെ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞാൻ ഈ വിവരം അന്വേഷിച്ചു. അതായത് ഈ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചർച്ച്, അവിടെ ക്രിസ്ത്യൻ ചർച്ച് സംഘപരിവാറിൻ്റെ ആളുകൾ നശിപ്പിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല, തെലങ്കാനയിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അതാണ് അവർ പറഞ്ഞത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ചർച്ചാണ് തകർത്തതെന്ന് അത് പിന്നെ പറയുമ്പോൾ അവർ പറയുന്നത് വേറൊരു സംഭവം അവർ പറഞ്ഞപ്പോൾ വന്ന അത് ആന്ധ്രയിൽ, തെലങ്കാനയിലല്ല ആന്ധ്രയിൽ ഈസ്റ്റ് ഗോദാവരി ജില്ലയിലുള്ള ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള രഥം തീ പിടിച്ച് കത്തിപ്പോയി. ഇവിടെ ശ്രദ്ധിക്കണേ, 100 വർഷത്തിലധികം പഴക്കമുള്ളത് അവിടുത്തെ ഏതെങ്കിലും ചർച്ചിനല്ല, ഈ അമ്പലത്തിനകത്തുള്ള രഥത്തിനാണ്. 34-36 CCTV ക്യാമറകളുള്ള അമ്പലമാണത്. പക്ഷേ രാത്രിയിൽ ഈ രഥത്തിന് തീ പിടിക്കുന്ന സമയത്ത് ഒരൊറ്റ ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ രഥം കത്തിച്ചത് ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് ആന്ധ്രയിലെ ശിവശക്തി ഗ്രൂപ്പുകാർ അവിടുത്തെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും അവരുടെയൊക്കെ ആരാധനാ സ്ഥലങ്ങൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത് CSI, കത്തോലിക്ക, ബാപ്റ്റിസ്റ്റ് പോലെയുള്ള സഭകളുടെ പള്ളികളല്ല, ഇൻഡിപെൻഡൻസ് ചർച്ചുകളുടെ ആരാധനാലയങ്ങളാണ് തകർത്തത്. ഇൻഡിപെൻഡൻസ് ചർച്ചുകളുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ആയിരിക്കും മിക്കയിടത്തും. അത് പലപ്പോഴും അത് വാടകയ്ക്ക് എടുത്ത കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പണിതാണെങ്കിൽ തന്നെ അത്ര പഴക്കമൊന്നും കാണില്ല, 5-10 അല്ലെങ്കിൽ 20 അല്ല, അത്രയൊക്കെ പഴക്കം കാണുള്ളൂ. ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ആയിരിക്കും, വലിയ പള്ളികളൊന്നുമല്ല. അപ്പോൾ ഇത് തകർത്തു. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം അങ്ങനെ തകർക്കപ്പെട്ട അവരുടെ ആരാധനാ സ്ഥലങ്ങളുടെ അതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനെതിരെ ആന്ധ്രയിലെ ക്രൈസ്തവർ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൈസ്തവരുടെ പ്രതികരണം ഈ അനിൽ മുഹമ്മദിൻ്റെ മതക്കാർ ചെയ്യുന്നത് പോലെ കലാപമുണ്ടാക്കുകയോ മനുഷ്യരെ കൊല്ലുകയോ വാഹനങ്ങൾ കത്തിക്കുകയോ ആ സ്ട്രീറ്റൊക്കെ തെരുവൊക്കെ അങ്ങ് നശിപ്പിച്ച് നാറാണക്കല്ല് കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ളതൊന്നും അല്ലാത്തതുകൊണ്ട്, ആന്ധ്രയിലെ ക്രൈസ്തവർ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ ഈ പ്രതിഷേധം കേരളത്തിലൊന്നും വാർത്തയായില്ല എന്നേ ഉള്ളൂ. തെലുങ്ക് പത്രങ്ങളിലൊക്കെ അത് അവരുടെ പ്രതിഷേധവും മറ്റുമൊക്കെ ചെറുതായ രീതിയിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും അനിൽ മുഹമ്മദിൻ്റെ റിസർച്ച് ഏത് രീതിയിലുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. റിസർച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ മെൻറ്റാലിറ്റി, നിഷ്പക്ഷ നിലപാടെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അനിൽ മുഹമ്മദൊക്കെ ചെയ്യുന്നത് എന്താണെന്നാണ് നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ആന്ധ്രയിൽ നടന്ന സംഭവം അദ്ദേഹം ഹൈദരാബാദിലെ തെലങ്കാനയിലാക്കി. തെലങ്കാനയിലെ ഹൈദരാബാദിലല്ല, ഹൈദരാബാദിലെ തെലങ്കാനയിൽ. അത് പിന്നെ പോട്ടെ, നാക്കുപിഴയാണെന്ന് വെച്ചാൽ നമുക്ക് വിടാം. പക്ഷെ 100 വർഷത്തിലധികം പഴക്കമുള്ള രഥം കത്തിയതിൻ്റെ പേരിൽ ഇൻഡിപെൻഡൻറ്റ് സഭകളിലുള്ളവർ ആരാധനയ്ക്ക് കൂടി വന്നിരുന്ന കെട്ടിടങ്ങൾ ഹിന്ദു മതഭ്രാന്തന്മാർ തകർത്ത് കളഞ്ഞപ്പോൾ അതിനെ അനിൽ മുഹമ്മദ് വ്യാഖ്യാനിക്കുന്നത് 100 കൊല്ലത്തിലധികം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി സംഘപരിവാർ തകർത്ത് കളഞ്ഞു എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരേ കല്ലിൽ 2 മാങ്ങയാണ് അനിൽ മുഹമ്മദ് ലക്ഷ്യമാക്കിയതെന്ന്. സംഘപരിവാറിനെ അടിക്കാം, അതോടൊപ്പം തന്നെ ഇതിനെതിരെ വട്ടായിലച്ചനെ പോലുള്ള ക്രൈസ്തവ നേതാക്കന്മാരൊന്നും പറഞ്ഞില്ല, അവരതിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വട്ടായിലച്ചനെയും അടിക്കാം, അല്ലെങ്കിൽ ക്രൈസ്തവരെയും അടിക്കാം. എത്ര വിദഗ്ധമായിട്ടാണ് വസ്തുതകളെ ഇയാൾ വളച്ചൊടിച്ചതെന്ന് നിങ്ങൾ കണ്ടോ? ഇങ്ങനെ വസ്തുതകളെ വളച്ചൊടിച്ച് ഇസ്ലാമിനെ വെള്ളപൂശാൻ വേണ്ടി, ഇസ്ലാമിനകത്ത് അതിതീവ്ര സ്വഭാവം കാണിക്കുന്ന ആ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അനിൽ മുഹമ്മദ് ഒരു വീഡിയോയുമായിട്ട് വരുമ്പോൾ ആ വീഡിയോയുടെ പേരെന്താണ്? നിഷ്പക്ഷ നിലപാട്. ആ പ്രോഗ്രാമിൻ്റെ പേര് നിഷ്പക്ഷ നിലപാട്. നിങ്ങൾ എന്താണ് വിചാരിച്ചത് മിസ്റ്റർ അനിൽ മുഹമ്മദ്? ബാക്കിയുള്ളവരൊക്കെ വെറും മണ്ടന്മാരാണെന്നോ? ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്നിനും കൊള്ളാതെ വെറുതെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേട്ട് ശരിയാണെന്ന് പറഞ്ഞ് കൈയടിക്കാനിരിക്കുന്നവരാണെന്നോ? എന്താണ് സത്യം പറഞ്ഞാൽ? അനിൽ മുഹമ്മദിൻ്റെ കിളി പോയതാണ് സംഭവം.
ഇത്ര നാളും ക്രിസ്ത്യാനികൾക്ക് നേരെ കുതിര കയറിക്കൊണ്ടിരുന്നപ്പോൾ ആരും ഒന്നും പ്രതികരിക്കാതിരുന്നത് പോലെ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇവരെല്ലാം വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇവർ വിചാരിച്ചിരുന്നത്. കാരണം ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല മുഖ്യധാര ക്രൈസ്തവ സഭകളിൽ ഒന്നിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഇതുപോലെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന്. ഇവരാരും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു അത്. കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് അച്ഛൻ സംസാരിച്ചപ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റില്ലെന്ന് മനസ്സിലായ അനിൽ മുഹമ്മദിൻ്റെ തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയായി. കാരണം ഞാൻ പറഞ്ഞില്ല, കിളി പോയി. അതാണ് സംഭവം. ഇത് പ്രതീക്ഷിക്കാത്ത നിലത്ത് തലയ്ക്കൊക്കെ അടി കിട്ടുമല്ലോ. അടി കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വെപ്രാളൊക്കെ ഉണ്ടല്ലോ, അതാണ് അനിൽ മുഹമ്മദിനൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വട്ടായിലച്ഛനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തിഹത്യ മാത്രം നടത്തി അനിൽ മുഹമ്മദ് ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടോ. ധ്യാനം നടത്തിയ ആളുകളുടെ തലയ്ക്ക് വെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബഹുമാന്യനായ പിതാവ് സ്വന്തം കാര്യങ്ങളെ, പറയുന്ന കാര്യങ്ങളെ വെളിവോടുകൂടി കാണണ്ടേ? തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയിലാണ് അനിൽ മുഹമ്മദെങ്കിലും അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും അനിൽ മുഹമ്മദ് ഇല്ലാട്ടാ. കാരണം ഇത് പണ്ട് മുതലേ ഇവർ ശീലിച്ചു വന്നൊരു സംഭവം ഉണ്ടല്ലോ. എന്ത് വന്നാലും അതൊക്കെ ജൂതൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്. അത് ജൂതന്മാർ എന്നും പറഞ്ഞുകൊണ്ട് ആ ജൂതൻ്റെ തലയിൽ കെട്ടിവെച്ചുള്ള ഒരു ശീലമുണ്ട്. ആ ശീലമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. മനസ്സിലായോ? തലയ്ക്ക് വെളിവ് ഇല്ലാതായി പോയത് അനിൽ മുഹമ്മദിനാണ്. പക്ഷെ അത് വട്ടായിലച്ഛൻ്റെ തലയ്ക്ക് വെളിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ നിഷ്കളങ്കതയോടുകൂടി അനിൽ മുഹമ്മദ് വട്ടായിലച്ഛനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതാ കേട്ടു നോക്കിക്കോ. കേരളത്തിൽ എവിടെയാണ് വംശഹത്യ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്? കേരളത്തിൽ എവിടെയാണ് ക്രിസ്ത്യാനികൾക്ക് വംശഹത്യ ഉണ്ടായതെന്നാണ് ചോദ്യം. വംശഹത്യ എന്ന വാക്ക് 2 സ്ഥലത്താണ് ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ പറയുന്നത്. ആ 2 ഭാഗവും ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. അത് എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിലാണ് മനുഷ്യന്റെ കഴിവ്. അത് മനസ്സിലാക്കി ആ വില കൊടുത്താൽ അയാളെ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ചിലർക്ക് അത് പണമായിരിക്കാം, ചിലർക്ക് പെണ്ണായിരിക്കാം, ചിലർക്ക് കള്ളായിരിക്കാം, ചിലർക്ക് വസ്തുവായിരിക്കാം, പല രീതിയിലുള്ള വീക്ക്നെസ്. അത് 1 ഏക്കറിൽ വീഴില്ല, 2 ഏക്കർ, 3 ഏക്കർ, 5 ഏക്കർ, 10 ഏക്കർ ഇങ്ങനെ പോകും. എവിടെയെങ്കിലും വെച്ച് വീഴും. ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾ. അതായത് ഇന്ന് മീഡിയ ചേരി തിരിഞ്ഞ് റിപ്പോർട്ടിങ് നടത്തുമ്പം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തെ വംശഗത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തേജോവധം ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവർ സിനിമാ രംഗത്താണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ചെയ്യുന്നൊരവസ്ഥ മാറി ഇന്ന് ധ്രുവീകരണം സംഭവിച്ച, ദ്രവിച്ചു പോയ അവസ്ഥയിലുള്ള ആളുകൾ ഇന്ന് ഈ മേഖലകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോരുത്തരും വാങ്ങി വെച്ചിരിക്കുകയാണ്, പട്ടയോ ആധാരമൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് ഓരോരുത്തരെ തക്ക സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. രാജ്യങ്ങൾ മിസൈലും അതുപോലെ യുദ്ധവിമാനങ്ങളെ വാങ്ങി വെക്കുന്നത് പോലെ സമൂഹത്തിൽ ഓരോരുത്തരെ, ഓരോ മാധ്യമങ്ങളെയും, ഓരോ ആളുകളെയും, ഓരോരുത്തരെയൊക്കെ ഓരോ പ്രത്യേക താല്പര്യക്കാർ, പ്രത്യേക തത്വദീക്ഷയുള്ളവർ, പ്രത്യേക സിദ്ധാന്തക്കാരൊക്കെ വാങ്ങി വച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം വരുമ്പോൾ ഇവർ ശബ്ദിക്കും, അല്ലാത്ത എല്ലാ സമയത്തും അവർ മൗനം ഭജിക്കും. കാര്യങ്ങൾ മനസ്സിലാകുന്നതുകൊണ്ടല്ല, ഇത് അതീനെയാണെന്ന് അറിയാത്തതുകൊണ്ടല്ല, ഇതുവഴി ഒരു സമുദായം നശിക്കുമെന്ന് അറിയാത്തതുകൊണ്ടല്ല, ഇതുവഴി കേരളത്തിന് സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് അറിയാത്തതുകൊണ്ടല്ല, വാങ്ങി വെച്ചിരിക്കുകയാണ് ഓരോരുത്തരെ. മീഡിയയിലൂടെയുള്ള വംശഹത്യയും തേജോവധവും ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണേ, മുസ്ലിങ്ങളോ മുസ്ലിങ്ങളിലെ അതിതീവ്ര സ്വഭാവമുള്ള ചെറിയ വിഭാഗമോ ക്രിസ്ത്യാനികളെ വംശഹത്യ നടത്തുന്നു എന്നല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മീഡിയ വഴിയുള്ള, അതായത് ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെയൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും പല വാർത്തകളും കൊടുക്കുന്നു. പിന്നെ സോഷ്യൽ മീഡിയക്കകത്തുള്ള ആക്രമണങ്ങൾ, പിന്നെ സിനിമ പോലെയൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റുകളുണ്ടല്ലോ അതിനകത്ത് കോമഡി പ്രോഗ്രാമുകൾ അതിൽ വരുമ്പോൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ മീഡിയയിലൂടെയൊക്കെയുള്ള ഒരു ആക്രമണം, തേജോവധം ചെയ്യൽ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. മീഡിയ വഴിയുള്ളതാണ്. അല്ലാതെ മുസ്ലിങ്ങൾ വന്ന് ഇപ്പോൾ നൈജീരിയയിലൊക്കെ ചെയ്യുന്നത് പോലെ, നൈജീരിയയിലൊക്കെ നമുക്കറിയാം മാസത്തിലൊക്കെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് അവരവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തുർക്കി, 1ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ സമയത്ത് തുർക്കി അർമീനിയൻ ക്രിസ്ത്യൻസിനെ വംശഹത്യ നടത്തിയതുപോലെ അങ്ങനെയുള്ള ആയുധം കൊണ്ടുള്ള വംശഹത്യയെക്കുറിച്ചല്ല, മീഡിയ വഴിയുള്ള വംശഹത്യയെക്കുറിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി അടുത്ത ഭാഗം, അച്ഛൻ വംശഹത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ഭാഗം, അതൊന്ന് നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തതായി എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ സംവരണം അട്ടിമറിച്ച് വേദനിക്കുന്ന ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ക്രിസ്തീയ സമൂഹം അന്യം നിന്ന് പോവുകയാണ്. ഇന്ന് കേരളത്തിൽ ക്രിസ്തീയ സമൂഹം വംശഹത്യ നേരിടുകയാണ്.
ഭീകരമാം വിധം ഭീഷണി നേരിടുന്ന ഒരു സമൂഹമായി കേരളത്തിൽ ഇന്ന് ക്രിസ്തീയ സമൂഹം മാറിക്കഴിഞ്ഞു. കാരണം അവർക്ക് സംവരണ അനുവാദം അനുസരിച്ച് ലഭിക്കേണ്ട അവസരങ്ങൾ ലഭിക്കുന്നില്ല. അവരുടെ മക്കൾക്ക് നല്ല അഡ്മിഷൻ വേണ്ട പോലെ കിട്ടുന്നില്ല. അവരുടെ മക്കൾക്ക് ജോലി വേണ്ട പോലെ അർഹതപ്പെട്ട അവകാശം അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവരെവിടെയെങ്കിലും പഠിച്ച് വിദേശത്തേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പ്രവാസികളായി തൊഴിൽ അന്വേഷിച്ച് അലയേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ കേരള നാട്ടിൽ ഇരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ സഹോദരങ്ങളെ ചുറ്റും നിങ്ങളൊന്ന് അന്വേഷിക്കുക. സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരുണ്ട്. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളൊന്ന് പഠിക്കുക. ഇവിടെ അച്ഛൻ പറയുന്നത് ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഗവൺമെൻറ് ക്രൈസ്തവരെ ഇല്ലാതാക്കാൻ നോക്കുന്നു എന്നതാണ്. അഥവാ ഗവൺമെൻറ്റിൻ്റെ ഈ നയം കാരണം ക്രൈസ്തവർ കേരളത്തിൽ അന്യം നിന്നു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധിസ്റ്റുകൾ, ജൈനമതക്കാർ, പാർസികൾ, യഹൂദന്മാർ എന്നിങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 6 മതക്കാരുണ്ട് കേരളത്തിനകത്ത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് 80:20 എന്ന അനുപാതത്തിലാണ്. അതായത് ആ ഫണ്ടിൻ്റെ 80% ഒരൊറ്റ മതത്തിലുള്ളവർക്ക് മാത്രം അങ്ങ് പോവുകയാണ്. മിച്ചമുള്ള 20% ബാക്കി 5 മതങ്ങളിലുള്ളവർക്ക് പങ്കുവയ്ക്കപ്പെടുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ ഫണ്ടിൻ്റെ 80% കൊണ്ടുപോകുന്ന ആ ഒരൊറ്റ മതം അത് ഇസ്ലാം മതമാണ്. മുസ്ലിങ്ങളാണ് അത് കൊണ്ടുപോകുന്നത്. മുസ്ലിങ്ങൾ അതങ്ങ് ചുമ്മാ അവരുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോകുന്നതല്ല. അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. ഒരു മതക്കാർക്കും ഞങ്ങൾക്ക് 80% വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വാങ്ങിക്കൊണ്ടു പോകാനും പറ്റുമൊന്നുമില്ല. കേരളത്തിലെ ഇടത് വലത് സർക്കാരുകൾ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി അവർക്ക് കൊടുത്തതാണത്, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ്, അല്ലെങ്കിൽ ഇതുവരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് മുന്നണികൾക്കാണ്, അല്ലാതെ മുസ്ലിങ്ങൾക്കല്ല. അപ്പോൾ അവിടെയും ഈ വംശഹത്യ എന്നുള്ള ആ കാര്യം അത് മുസ്ലിങ്ങൾ നടത്തുന്നു എന്നല്ല. നൈജീരിയയിലും തുർക്കിയിലൊക്കെ നടത്തിയതുപോലെ, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ ഈജിപ്റ്റ് കോപ്റ്റി ക്രിസ്ത്യാനികളുടെ നാടായിരുന്നു, ഇന്ന് അവരുടെ ന്യൂനപക്ഷമാണ്. സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ നാടായിരുന്നു അവിടെ. ഇന്ന് ഓർത്തഡോക്സ് അങ്ങനെയുള്ള വിഭാഗങ്ങളുടെയാണ്, ഇന്ന് അവരുടെ ന്യൂനപക്ഷമാണ്. പിന്നെ ഇറാഖ് കൽദയ ക്രിസ്ത്യാനികളുടെ നാടാണ്, ഇന്ന് അവരുടെ ന്യൂനപക്ഷമാണ് അവിടെ. അങ്ങനെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ പ്രദേശങ്ങളിലൊന്നും ഇന്ന് ക്രിസ്ത്യാനികളില്ല. അവിടെയൊക്കെ വംശഹത്യ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു വംശഹത്യയെക്കുറിച്ചല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതല്ല അദ്ദേഹം പറഞ്ഞത് മീഡിയ വഴിയുള്ള വംശഹത്യയും അതുപോലെ, അതായത് തേജോവധം ചെയ്ത് ക്രൈസ്തവ നേതാക്കന്മാരെ, ക്രൈസ്തവ മതത്തിനെയൊക്കെ അങ്ങ് തേജോവധം ചെയ്ത് മീഡിയയിലൂടെയുള്ള ഇവരുടെ പ്രചരണം, അതിനുവേണ്ടിയുള്ള ഫണ്ടിങ്ങുകൾ, അതിൻ്റെയൊക്കെ അനന്തരഫലം, ഇതൊക്കെയാണ് അത് മുഖാന്തരം ഉണ്ടാകുന്ന ദോഷം. അതുപോലെ ഈ സർക്കാരിൻ്റെ ഈ നയം കാരണം എന്താണ് സംഭവിക്കുന്നത്? ക്രൈസ്തവർ കേരളം വിട്ട് പ്രവാസികളായി പോവുകയാണ്. അച്ഛനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രവാസികളായിട്ട് പോവുകയാണ്. എന്നിട്ട് പ്രവാസി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചിന്ത ഈ ഗൾഫ് നാടുകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെയാണ്. ഗൾഫ് നാടുകൾ നമുക്കറിയാം, ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ അവിടെ പൗരത്വം കൊടുക്കൊന്നുമില്ല. മുസ്ലിങ്ങളുടെ അന്ധമായ ഒരു വംശീയതയുടെ ഭാഗമാണത്. അവർ പുറമേ ഉള്ളവർക്ക് പൗരത്വമൊന്നും കൊടുക്കുകയില്ല. പക്ഷെ അതല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ, അമേരിക്കൻ രാജ്യങ്ങളിലെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ സ്ഥിതി. നിങ്ങൾ അവിടെ ചെന്ന് പണിയെടുത്ത് ചില വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം, ഒരു പൗരത്വം കൊടുക്കും, പിന്നെ നിങ്ങൾ അവിടുത്തെ പൗരനായി. അപ്പോൾ ക്രിസ്ത്യാനികൾ അധികവും പോകുന്നത് യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള ഇടങ്ങളിലേക്ക് ആയതുകൊണ്ട് അവർ അവിടെ പിന്നെ സെറ്റിലാവുകയാണ്, തിരിച്ചു വരുന്നില്ല. അവർക്ക് അവിടെ പൗരത്വം കിട്ടും, പിന്നെ അവിടെ തന്നെയാണ്, പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരണമെന്നില്ല. അപ്പോൾ 1-2 തലമുറ കഴിയുമ്പോൾ പിന്നെ കേരളമായിട്ട് ഒരു ബന്ധം അവർക്കില്ല. അവരവിടുത്തെ ആൾക്കാരായി മാറുകയാണ്, അവിടെ മക്കളൊക്കെ. അപ്പോൾ അതുപോലെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ നയം കാരണം എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്ത്യാനിയോട് അന്യം നിന്ന് പോകും. ആ വംശഹത്യയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ ഉള്ളതേ അല്ല. അപ്പോൾ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. വട്ടായിലച്ചൻ ഒരിടത്തും പറഞ്ഞില്ല മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യുന്നുവെന്ന്. വട്ടായിലച്ചൻ ഒരിടത്തും പറഞ്ഞില്ല അതിതീവ്ര സ്വഭാവമുള്ള ഒരു ചെറിയ വിഭാഗം കേരളത്തിലെ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യുന്നുവെന്ന്. മീഡിയയിലൂടെയുള്ള തേജോവധവും പിന്നെ മാറി വരുന്ന സർക്കാരുകളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പ്രവൃത്തികളും കാരണം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വംശഹത്യ ചെയ്യപ്പെടുന്നു, അന്യം നിന്നു പോകുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോൾ അനിൽ മുഹമ്മദ് ഇങ്ങനെ ഇരവാദം പറഞ്ഞ് കരയേണ്ട ആവശ്യം എന്താണ് അതിൻ്റെ ആവശ്യം? എന്ത് കാരണം കൊണ്ടാണ് കരയുന്നത്? അച്ഛൻ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അനിൽ മുഹമ്മദിന് ഇങ്ങനെ കരഞ്ഞു വിലപിക്കേണ്ട വല്ല കാര്യമുണ്ടോ?
മുസ്ലിങ്ങൾക്കെതിരെ വട്ടായിലച്ചൻ ഉന്നയിക്കാത്ത ആരോപണം അനിൽ മുഹമ്മദ് സ്വയം തലയിൽ വലിച്ചു കയറ്റുന്നത് അതെന്തിനാണ്? അച്ഛൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ അനിൽ മുഹമ്മദിൻ്റെ ഉള്ളിലെ ജിഹാദിയുടെ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ? അല്ലേ? എൻ്റെ ചോദ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്ന് തന്നെ പറയണം. എന്നെ കണ്ട കിണ്ണം കട്ടതുപോലെ തോന്നുമോ എന്ന് പണ്ടൊരാൾ ചോദിച്ചതായി കേട്ടിട്ടുണ്ട്. എന്നെ കണ്ട കിണ്ണം കട്ട ആളായിട്ട് തോന്നുമെന്ന്. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലായല്ലോ എന്താണ്, ആരാണ് കിണ്ണം കട്ടതെന്ന്. ഏതായാലും വംശഹത്യയുടെ പേരും പറഞ്ഞുകൊണ്ടുള്ള അനിൽ മുഹമ്മദിൻ്റെ ഇരുവാദക്കരച്ചിൽ കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളെ വംശഹത്യ നടത്തുന്നു എന്നും പറഞ്ഞ് അച്ഛൻ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞല്ലോ. വട്ടായിലച്ചൻ്റെ പ്രസംഗത്തിൻ്റെ ആകത്തുക എന്നുള്ളത് കേരളം ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ നാളെ കേരളത്തിൽ എന്ത് നടക്കാം എന്ന 3 കാര്യങ്ങളാണ്. അത് അദ്ദേഹം വെറുതെ അങ്ങ് പറയുകയായിരുന്നില്ല, കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു നേതാവാണ്, ഒരു ലീഡറാണ്, ഒരു സമൂഹത്തെ നയിക്കുന്ന ആളാണ്. ഒരു നേതാവിന് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ്, ഒരു ഗുണമാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്ന സാധനം. തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് അവർക്ക് കാണാൻ കഴിയാത്ത ഒരു അപകടത്തെ മുൻകൂട്ടി കാണാൻ കഴിയുന്നതും അതിനെതിരെ തടയിടാൻ കഴിയുന്നതുമാണ് നേതാവിൻ്റെ കഴിവ് അളക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. കാരണം തന്നെ അനുഗമിക്കുന്ന ജനത്തിൻ്റെ സുരക്ഷ ആത്മാർത്ഥതയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഭാവിയിലെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യം ദീർഘവീക്ഷണത്തോടെ കണ്ട് ഇടയൻ എന്ന നിലയിൽ തൻ്റെ ആടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിനെ അത് അറിയിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. ഒരു ഇടയൻ അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അനിൽ മുഹമ്മദ് കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. വട്ടായിലച്ചൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അവഗണിച്ച് വംശഹത്യ എന്നൊരു വാക്കിലേക്ക് അച്ഛൻ്റെ പ്രസംഗത്തെ ചുരുക്കാമെന്നാണ് അനിൽ മുഹമ്മദ് പ്രതീക്ഷിച്ചത്, വ്യാമോഹിച്ചത് അതാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ഭഗീരഥ പ്രയത്നമൊക്കെ നടത്തി നോക്കിയത്. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം അച്ഛൻ പറഞ്ഞത് കൃത്യമായ പദപ്രയോഗമാണ്. വംശഹത്യ എന്നൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. ഒരു കുഴപ്പമില്ല അതിൽ. ഏതായാലും ഇനി അടുത്ത ക്ലിപ്പ്, അതാണ് രസം. ഈയിടെയായി എല്ലാ ജിഹാദികളും സ്ഥിരം ഉന്നയിക്കുന്ന വാദമാണ് അതിൽ അനിൽ മുഹമ്മദും ഉന്നയിക്കുന്നത്. നമുക്കതൊക്കെ ഒന്ന് കേട്ടു നോക്കാം, ആ വാദം എന്താണെന്നുള്ളത്. ഇനി ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ച് നോക്കിയാലോ? അച്ഛന് തന്നെ അറിയാവുന്നതല്ലേ, ഈ വർഷങ്ങളായി ഹിന്ദു മുസ്ലിം തർക്കം ഈ രാജ്യത്തുണ്ടാക്കുന്നതിന് കാരണക്കാരാരാ? ബ്രിട്ടീഷുകാരല്ലേ. അവരെ ബ്രിട്ടീഷുകാർ എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അവരേത് മതത്തിൽപ്പെട്ടവരാണ്? ജിഹാദികളാണോ? അങ്ങനെ എന്തെല്ലാം. ഇത് നല്ല കോമഡിയാണ്. വട്ടായിലച്ചൻ റോമൻ കത്തോലിക്ക സഭക്കാരനാണ്. ബ്രിട്ടീഷുകാരാണെങ്കിലോ ആംഗ്ലിക്കൻ ചർച്ചുകാരാണ്. അപ്പോൾ ആംഗ്ലിക്കൻ സഭക്കാരായ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റോമൻ കത്തോലിക്കനായ വട്ടായിലച്ചൻ സമാധാനം പറയണം. അത്രേ. ഇതിനെ കോമഡി എന്നല്ലാതെ പിന്നെ എന്താ പറയണം? വർഷങ്ങളായി ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം തർക്കത്തിന് കാരണക്കാർ ബ്രിട്ടീഷുകാരാണെന്നാണ് ഇപ്പോൾ ഒരുമാതിരി ജിഹാദികളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്താണ് ഇതിലെ വാസ്തവം? ഈ ഒരു ആരോപണം അലിയാർ ജിഹാദിയും ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള വിശദമായ മറുപടി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇനി പുറകെ റെക്കോർഡ് ചെയ്ത് ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണത്തിലുള്ള വിശദമായ മറുപടി ആ വീഡിയോയ്ക്കകത്ത് ഉണ്ടാകും. അലിയാർ ജിഹാദിക്കുള്ള മറുപടി വീഡിയോയിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയുന്നുള്ളൂ, സാമ്പിളിനൊന്ന് പറയുന്നുള്ളൂ, വിശദീകരിച്ചൊന്നും പറയുന്നില്ല. പ്രൊഫസർ കെ കുഞ്ഞിപ്പക്കിയും പ്രൊഫസർ പി കെ മുഹമ്മദ് അലിയും ചേർന്നെഴുതി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യാ ചരിത്രം 1-ാം ഭാഗം എന്ന കൃതിയിലെ മുസ്ലിങ്ങളുടെ ആഗമനം എന്ന 18-ാം അധ്യായത്തിലുള്ള ഒരു പാരഗ്രാഫ് ഞാൻ ഉദ്ധരിക്കാം. മുഹമ്മദ് ഗസ്നിയുടെ നിർദ്ദയവും ഭീകരവുമായ കൊള്ളകൾക്കും കൊലപാതകങ്ങൾക്കും 17 പ്രാവശ്യം ഇന്ത്യക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഈ ആക്രമണങ്ങളെ പ്രകൃതിക്ഷോഭങ്ങൾ പോലെയോ മഹാമാരികൾ പോലെയോ ഇന്ത്യൻ ജനത ഭയപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സങ്കല്പങ്ങളും വിശ്വാസങ്ങളും തകർന്നു വീണു. രാജ്യം ദരിദ്രമാകുകയും ജനങ്ങൾ ഭയവിഹുലരാവുകയും ചെയ്തുവെന്ന് മാത്രമല്ല, നിങ്ങൾ ഇനി അടുത്ത വരി ശ്രദ്ധിക്കണം, ഇന്ത്യൻ ജനതയുടെ വികാരങ്ങളെ ഈ ആക്രമണങ്ങൾ ആഴത്തിൽ വ്രണപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ ജനതയുടെ വികാരങ്ങളെ ഈ ആക്രമണങ്ങൾ ആഴത്തിൽ വ്രണപ്പെടുത്തുകയുണ്ടായി. അൽബിറൂനിയുടെ അഭിപ്രായത്തിൽ ഈ ആക്രമണങ്ങളുടെ ഒരു ഫലം ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ നേരെ ഒടുങ്ങാത്ത പകയുണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ത്യാ ചരിത്രം 1-ാം ഭാഗം പേജ് 179. ഈ പറഞ്ഞ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക
ചരിത്രകാരനാണ് അൽ ബിറൂനി എന്നറിയപ്പെടുന്ന അബൂ റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹമ്മദ് അൽ ബിറൂനി. അദ്ദേഹം ഇന്ത്യക്കാരനൊന്നുമല്ല, അദ്ദേഹം പേർഷ്യക്കാരനാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് ഗസ്നിയുടെ രാജ്യസഭയിലെ അംഗമായിരുന്നു. AD 1017 മുതൽ AD 1030 വരെ ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയെക്കുറിച്ച് പഠിച്ച ആളാണ് ഈ അൽ ബിറൂനി. താരിഖ് അൽ ഹിന്ദ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതി ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. ഇൻഡോളജിയുടെ പിതാവായിട്ട് പലരും കരുതുന്നത് ഈ അൽ ബിറൂനിയെയാണ്. അദ്ദേഹം മരിക്കുന്നത് AD 1043 അതായത് AD 1027 മുഹമ്മദ് ഗസ്നിയുടെ അവസാനത്തെ ആക്രമണം കഴിഞ്ഞ് 17 കൊല്ലം കൂടി ജീവിച്ചിരുന്നയാളാണ് അൽ ബിറൂനി. മുഹമ്മദ് ഗസ്നി ആക്രമിക്കുന്ന ആ സമയത്തൊക്കെ, അതായത് 13 വർഷം അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ആ 10 വർഷം ഉണ്ടല്ലോ, ആ 10 വർഷക്കാലത്താണ് മുഹമ്മദ് ഗസ്നി കുറേ ആക്രമണം നടത്തിയിട്ടുള്ളത്. മുഹമ്മദ് ഗസ്നി മൊത്തം ഏകദേശം ഒരു 30 വർഷത്തിനടുത്ത് ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്, 30 വർഷത്തിനടുത്ത്. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ ഈ ആക്രമണ ഫലമായി ഇന്ത്യൻ ജനതയ്ക്ക് മുസ്ലിങ്ങളോടുണ്ടായിരുന്ന ഒടുങ്ങാത്ത പകയെക്കുറിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ അത് വ്യക്തമായ ബോധ്യം ഉള്ള ആളാണ് അൽ ബിറൂനി. ആ ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളുടെ അനന്തരഫലം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മനസ്സിൽ മുസ്ലിങ്ങളോട് ഒടുങ്ങാത്ത പക അത് ഉണ്ടാക്കി എന്ന്. അപ്പോൾ തുടർന്നുള്ള ഇന്ത്യ ചരിത്രം നാം പഠിക്കുമ്പോൾ ഈ പക തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം തുടർന്നുള്ള തലമുറ മുഹമ്മദ് ഗസ്നി മാത്രമല്ല കേട്ടോ, മുഹമ്മദ് ഗസ്നിക്ക് മുമ്പുള്ള കാര്യവും ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് ഇങ്ങനെയാണ്, വാളിൻ്റെ വായ്ത്തലയുടെ ബലത്തിൽ വന്നതാണ്, ആക്രമണത്തിലൂടെ വന്നതാണ് ഇസ്ലാം. മുസ്ലിങ്ങളുടെ ആഗമനം എന്ന് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അതാണ് ആ അധ്യായത്തിൻ്റെ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇതിനു മുമ്പ് ഇഷ്ടംപോലെ ആക്രമണങ്ങൾ, മുഹമ്മദ് ഗസ്നിക്ക് ശേഷമുള്ള ആക്രമണങ്ങൾ, ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് അടിമകൾ ഈ ഗസ്നിയിലുണ്ടായിരുന്നു, ഇന്ത്യൻ അടിമകൾ, വേറെ ഉള്ളവരല്ല, ഇന്ത്യൻ അടിമകൾ ഗസ്നയിൽ ഇഷ്ടംപോലെ. അതായത് നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ ബംഗാളികളൊക്കെ കാണുന്നുണ്ടല്ലോ, ബംഗാളികളോ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാർ, ആസാമികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്നല്ലോ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ. അതേപോലെ ആയിരുന്നു അന്ന് ഗസ്നിയിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. മുഹമ്മദ് ഗസ്നി പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ ഈ കാഫറുകളുടെ രാജ്യത്തെ ഓരോ വർഷവും ആക്രമിക്കും, ഞാൻ കൊള്ളയടിക്കും, അവിടെയുള്ളവരെ കൊല്ലും, അടിമകളായി പിടിച്ചുകൊണ്ട് പോകും, അവരുടെ ക്ഷേത്രങ്ങൾ ഞാൻ തകർത്ത് കളയുമെന്നൊക്കെ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷേ ആ പ്രതിജ്ഞ പൂർണ്ണമായിട്ട് പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ആക്രമിക്കുക എന്നുള്ളത് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്നയിൽ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് മരുഭൂമിയും പിന്നെ ചെങ്കുത്തായ മലകളും ഒക്കെ കടന്ന് സൈന്യം ഇവിടേക്ക് വരണം, കൊള്ളയടിച്ച് ആക്രമിച്ച് കൊള്ളയടിച്ച് പിന്നെ തിരിച്ചു പോകണം, വീണ്ടും അടുത്ത വർഷം തിരിച്ചു വരണം. ഇതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സൈനികർക്ക് തന്നെ അത് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരു 1.25 വർഷത്തിനിടയിൽ ഒരാക്രമണം എന്നുള്ള നിലയിലാണ്, 1.5 വർഷത്തിനിടയിൽ ഒരാക്രമണം എന്നുള്ള നിലയിലാണ് മുഹമ്മദ് ഗസ്നി ആക്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനമാണ് അദ്ദേഹം സോമനാഥ ക്ഷേത്രമൊക്കെ ആക്രമിച്ച് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വേറെ വീഡിയോകളിൽ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിനുശേഷമുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ ബാബർ ആയാലും തിമൂർ ആയാലും അല്ലെങ്കിൽ നാദിർ ഷാ ആയാലും ഇഷ്ടംപോലെ ആളുകൾ, അതായത് തുർക്കികളുണ്ടായിരുന്നു, മംഗോളിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ താഷ്കൻഡ് പ്രദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന ആ കൂട്ടരുണ്ടായിരുന്നു, പിന്നെ ഇറാനികൾ, പേർഷ്യക്കാർ, പിന്നെ അറബികൾ, അതിന് മുമ്പേ അറബികൾ, ആദ്യകാലത്ത് അറബികളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് ഇന്ത്യയിൽ ആക്രമിക്കാനായിട്ട് വന്നതിൻ്റെ കാരണം നമുക്കറിയാം, ഹദീസാണ്. ഇന്ത്യയെ ആക്രമിക്കുന്നവൻ്റെ പാപം അള്ളാഹു മോചിച്ചു കൊടുക്കും, അവനെ ഈ നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കുമെന്നൊക്കെ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന ഹദീസ് ഉള്ളത് കൊണ്ടാണ് ഈ തുടർമാനമായ ആക്രമണം, അതായത് തിരമാലകൾ പോലെ, ഒരു സമുദ്രത്തിലെ തിരമാല ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് പോലെയുള്ള ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമാണ്. നമ്മൾ കണ്ടല്ലോ, നേരത്തെ കണ്ടതാണ്. അത് മഹാമാരി പോലെയോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ പോലെയോ ഇന്ത്യൻ ജനത ഭയപ്പെട്ടു എന്നാണ് നമ്മൾ അതിൽ കണ്ടത്. അപ്പോൾ ഈ മഹാമാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ കൊറോണ വന്നിട്ട് പോലും നമുക്ക് ഈ ഇത്രയും ആധുനികമായിട്ട് നമ്മൾ വൈദ്യശാസ്ത്രപരമായി ഇത്രയും പുരോഗതിയിൽ എത്തിയിട്ട് പോലും കൊറോണയുടെ മുമ്പാകെ നമ്മളെങ്ങനെയാണ് കഴിയുന്നതെന്ന്. അപ്പോൾ അന്നത്തെ കാലത്തെ മഹാമാരി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെയല്ല. ഈ ബോധവൽക്കരണങ്ങളോ ഇതൊന്നും ഇത്രമാത്രം ഇല്ല, വൈദ്യശാസ്ത്രപരമായിട്ട് ഇത്രയും വികസിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് പ്ലേഗ് അല്ലെങ്കിൽ വസൂരി അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ ആകട്ടെ, ഒരു മഹാമാരി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ കംപ്ലീറ്റ് ഇല്ലാതാക്കുകയാണ്. അല്ലെങ്കിൽ 90% ജനങ്ങളെ അത് കൊണ്ടുപോകും, 10% ജനങ്ങൾ അവശേഷിച്ച ഭാഗ്യം എന്ന് പറയാം. ആ വിധത്തിലാണ് അന്ന് മഹാമാരിയൊക്കെ വന്നിരുന്നത്. ആ മഹാമാരിക്ക് തുല്യമായിട്ട് തന്നെയാണ് ഈ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തെ ഇന്ത്യക്കാർ
ചിന്തിച്ചിരുന്നത്, അവരതിനെ ഭയപ്പെട്ടിരുന്നത് ആ വിധത്തിൽ തന്നെയാണ്. കാരണം ആ സൈന്യം അങ്ങ് കടന്നു പോയി കഴിയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പോവുകയാണ്, അവിടെ ഉള്ളതില്ല, പിന്നെ ആ സ്ഥിതിയാണ്. അപ്പോൾ അതുപോലെ ആക്രമണം നടത്തിയ ആൾക്കാരോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, ബായി ആയിരുന്നു ഇന്ത്യയിൽ എന്നാണ് ഇവന്മാർ ഈ പറയുന്നത്. അലിയാർ ജിഹാദി ആയാലും, അല്ല ഈ അനിൽ ജിഹാദി ആയാലും, അതല്ല ഇനിയിപ്പോൾ ഹാരിസ് ജിഹാദി ആയാലും, വേറെ അറേബ്യൻ ജിഹാദി ആയാലും, ഏത് ജിഹാദികളായാലും ഇവരൊക്കെ പറയുന്നത് ഇവിടെ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭയങ്കര ബായി ആയിരുന്നു. എന്നിട്ട് ക്രിസ്ത്യാനികൾ വന്നു യൂറോപ്പിൽ നിന്ന്, ബ്രിട്ടീഷുകാർ ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അതങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു എന്ന്. ആരെയാണ് നിങ്ങൾ പൊട്ടനാക്കാൻ നോക്കുന്നത്? ആരെയാണ്? ചരിത്രം അറിയാത്തവന്മാരുടെ അടുത്ത് നിന്ന് പറയും ഇതൊക്കെ. ചരിത്രബോധമുള്ള ഞങ്ങളുടെ അടുത്ത് പറയാൻ നിൽക്കരുത്. ചരിത്ര ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യക്തമായിട്ട് ഇത് വിശദീകരിച്ച് പറയും. അടുത്ത വീഡിയോയിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഈ കള്ളത്തരങ്ങൾ, ചരിത്രവസ്തുത ഇങ്ങനെയായിരിക്കെ ഈ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിന്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോടും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടൊക്കെയുള്ള പകയ്ക്ക് ഉത്തരവാദികൾ യൂറോപ്യൻസാണ്, ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവർ ചരിത്രത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തെ നോക്കി അവർ കൊഞ്ഞനം കുത്തി ചരിത്രം വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് 1 മണിക്കൂറോളം വരുന്നൊരു വീഡിയോ ദൈവം അനുവദിച്ചാൽ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പം അതിനെപ്പറ്റി പറയുന്നില്ല, സാമ്പിളിനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അനിൽ മുഹമ്മദിൻ്റെ ഈ വ്യക്തിഹത്യാ വീഡിയോയുടെ രസം എന്താണെന്ന് വെച്ചാൽ, വട്ടായിലച്ചൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കാരശ്ശേരി മാഷിൻ്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്, ഇന്ത്യ ടുഡേയുടെ സ്ട്രിംഗ് ഓപ്പറേഷൻ്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്, CNN വന്ന ക്ലിപ്പ് ഇടുന്നുണ്ട്, UN റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്, സക്കീർ നായിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത ഉദ്ധരിക്കുന്നുണ്ട്, ഷക്കേന TV വന്ന വാർത്ത ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ റെഫറൻസ് അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വാർത്ത വന്നപ്പോൾ, അല്ലെങ്കിൽ കാരശ്ശേരി മാഷ് ഈ കാര്യം പറഞ്ഞപ്പോൾ അതിനെതിരെ അനിൽ മുഹമ്മദ് ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല, ഒരു വീഡിയോ അദ്ദേഹം ഇറക്കിയിട്ടില്ല. കാരണം അന്ന് അനിൽ മുഹമ്മദിന് പ്രതിഷേധമില്ല. ഇന്ത്യ ടുഡേയുടെ സ്ട്രിംഗ് ഓപ്പറേഷൻ്റെ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അതിനകത്ത് ആ സൈനബയും മറ്റ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിം രാജ്യമാക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ ആ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അനിൽ മുഹമ്മദ് അതിനെതിരെ ഒരു പ്രതിഷേധ വീഡിയോയും ഇറക്കിയില്ല. കാരണം അദ്ദേഹത്തിന് അതിൽ പ്രതിഷേധമില്ല, അദ്ദേഹം അതിനൊക്കെ അനുകൂലിക്കുന്ന ആളാണ്. സക്കീർ നായിക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കേരളത്തിലേക്ക് പോകണമെന്ന് ആഹ്വാനം ചെയ്തപ്പോഴും അനിൽ മുഹമ്മദ് പ്രതിഷേധ വീഡിയോ ഇറക്കിയില്ല. പക്ഷേ ഓൾറെഡി ഇവിടെ പലരും പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വട്ടായിലച്ചൻ തൻ്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അനിൽ മുഹമ്മദ് പ്രതിഷേധ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിലെ തന്ത്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായോ? പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്, ക്രൈസ്തവർ അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യമാണിത്. കാരണം മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ക്രിസ്ത്യൻ സമുദായ നേതാവ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുത്, അത് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് അനിൽ മുഹമ്മദിൻ്റെയൊക്കെ അജണ്ട. ഇവരുടെയൊക്കെ ഈ തീവ്ര ചിന്താഗതിക്കാരായ ചെറിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അജണ്ട ഇതാണ്. കാരണം എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർക്ക് പ്രതിഷേധം വരുന്നത്, ആര് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരള സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം കാരശ്ശേരി മാഷ് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാത്ത ഇവർക്ക്, പക്ഷേ അതേ കാര്യം ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വിവിധ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ അവരുടെ കീഴിലുള്ള വിശ്വാസികൾക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്മാർക്ക് ഹാലിളകാൻ തുടങ്ങി. കാരണം ഇവരിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നാളും ഇടതും വലതും മാറി മാറി ഭരിച്ചപ്പോൾ സ്വന്തം സമുദായത്തിന് അർഹതപ്പെട്ടത് മാത്രമല്ലാതെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടതും അന്യായമായ വിധത്തിൽ അനുഭവിക്കാനൊക്കെ ഇവർക്ക് സാധിച്ചത് അത് കേരളത്തിലെ രണ്ടാമത്തെ പ്രമുഖ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കന്മാർ അതിനെതിരെ പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ്. അത് ക്രിസ്ത്യാനികളുടെ കഴിവുകേട് തന്നെയാണ്. ക്രിസ്ത്യൻ നേതാക്കന്മാർ ഇതിനേക്കാൾ മുമ്പേ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിരുന്നു. അപ്പോൾ ക്രൈസ്തവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധമുണ്ടായാൽ തങ്ങളുടെ സമുദായത്തിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും, അതില്ലാതായിത്തീരുമെന്ന് ഇവർക്കറിയാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇറക്കുന്നത്. ഇവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ക്രൈസ്തവ നേതാവ് ഒന്ന് അറിയാതെ പറഞ്ഞു പോയാൽ, അതായത് പബ്ലിക്കിൽ പറയണമെന്നൊന്നുമില്ല, അവരുടെ ആ ക്രൈസ്തവ നേതാക്കന്മാർ അവരുടെ ആളുകളുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ പോലും ഇസ്ലാമിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്രം, ഇസ്ലാമിനെ രുചിക്കാത്തൊരു ചരിത്രത്തിൻ്റെ എന്തെങ്കിലും ഒരു തരി പറഞ്ഞു പോയാൽ സോഷ്യൽ മീഡിയയിൽ അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ച് നിശബ്ദനാക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണവും ക്രൈസ്തവർക്കിടയിൽ നടക്കരുത് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല ഒരു ഉത്തമ ഉദാഹരണമാണ് കാപ്പിപ്പൊടി അച്ഛന് നേരെ ഉണ്ടായിരുന്ന ആക്രമണം. നമ്മൾ കണ്ടതാണ്. ടിപ്പു സുൽത്താനെക്കുറിച്ച് ചരിത്രരേഖകൾ വെച്ച് നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം, ടിപ്പു സുൽത്താൻ ചെയ്തിട്ടുള്ള
കാര്യം ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും അത് ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ളൊരു കാര്യം തൻ്റെ സഭയ്ക്കകത്തുള്ള വിശ്വാസികളോട് പ്രസംഗമധ്യേ അദ്ദേഹം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചതെന്നും പിന്നെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും അവസാനം മാപ്പ് പറഞ്ഞ് അച്ഛൻ തടി രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയും അവർ പ്രതീക്ഷിച്ചത് ഇതിൻ്റെ ഒരു തനിയാവർത്തനം നടത്താമെന്നാണ്. അതായത് കാപ്പിപ്പൊടി അച്ഛൻ്റെ കേസിൽ എങ്ങനെയാണോ ഇവർ ഇടപെട്ടത് അതുപോലെ തന്നെ അതിനൊരു തനിയാവർത്തനം തന്നെ ഇവിടെ പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ തുടങ്ങിയത്. അൽമുഹമ്മദ് അടക്കമുള്ളവർ വന്നത്. പക്ഷേ ചീറ്റിപ്പോയി. വട്ടായിലച്ചൻ മാപ്പ് പറയുമെന്നൊക്കെ ഒരു കാത്തിരിക്കുകയാണ്. അടുത്ത വീഡിയോ ഇപ്പതേ വട്ടായിലച്ചൻ മാപ്പ് പറയുന്നൊക്കെ ഒരു കാത്തിരിക്കുമ്പോഴാ ദാണ്ട് അടുത്ത വീഡിയോ വരുന്നു. വട്ടായിലച്ചൻ തട്ടിൽ നിവർത്തി നിന്ന് പറയുകയാണ്, നിങ്ങൾ ഈ ചാപ്പ അടിക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയാക്കി, അതുകൊണ്ട് ബ്രാൻഡ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല, ആശയപരമായി ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ നോക്കുന്നത്. വസ്തുതകൾ വെച്ച് ഡോക്യുമെൻറ്റ്സ് വെച്ച് ഞാൻ സംസാരിച്ചല്ലോ, ആ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഖണ്ഡിക്ക്. അല്ലാണ്ട് ചാപ്പ അടിച്ച് നിശബ്ദനാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ബ്രാൻഡ് ചെയ്താലൊന്നും മിണ്ടാതിരിക്കുന്ന ടൈപ്പല്ല ഞാൻ അച്ഛനൊക്കെ പറഞ്ഞു. മാപ്പ് പ്രതീക്ഷിച്ചിരുന്നവരുടെ മുഖത്ത് കിട്ടിയ അടിയായിരുന്നു അത്, ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി. ആ അടി കിട്ടിയതിൻ്റെ വേദന മാറ്റാനാണ് അനിൽ മുഹമ്മദ് വട്ടായിലച്ചനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അനിൽ മുഹമ്മദ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വട്ടായിലച്ചൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. കേരള സമൂഹം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇതിങ്ങനെ പോയാൽ ഭാവിയിൽ എന്തായിത്തീരും, ഇവിടുത്തെ സമാധാനാന്തരീക്ഷം എങ്ങനെ നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ കേരളത്തിനകത്ത് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും, അത് ക്രിസ്ത്യാനിയാകട്ടെ അല്ല ക്രിസ്ത്യാനിയല്ലാത്തതൊട്ട് മുസ്ലിം പോലും ആകട്ടെ, ഒരു മുസ്ലിം കേരളത്തിനകത്ത് സമാധാനമായി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനടക്കം ഈ വിഷയത്തിൽ വട്ടായിലച്ചന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതാണ്, പിന്തുണ കൊടുക്കേണ്ടതാണ്. ആ ഒരു ധാർമ്മിക ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രൂത്ത് ഫൈറ്റേഴ്സിന് സഭാവ്യത്യാസമൊന്നുമില്ല. ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്ത് എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ കത്തോലിക്കനല്ല, വട്ടായിലച്ചൻ കത്തോലിക്കനാണ്, ഞാൻ പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. എന്നിട്ട് പ്രൊട്ടസ്റ്റൻ്റുകാരനായ ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കനായ വട്ടായിലച്ചന് പിന്തുണയായിട്ട് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതാണ് കാരണം. ഈ ഒരു ബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതായത് കേരളത്തിനകത്ത് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അച്ഛൻ പറഞ്ഞ ഈ വസ്തുതകളെ ചർച്ച ചെയ്യണം, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ, സോഷ്യൽ മീഡിയ ആക്രമണം കാണുമ്പോൾ അവിടെ അതിനെതിരെ പ്രതികരിക്കണം. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? വസ്തുതകൾ നിരത്തിയല്ലേ സംസാരിച്ചത്. ആ വസ്തുതകളിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ നിങ്ങളത് പറ. അതല്ലാന്നുണ്ടെങ്കിൽ ആ വസ്തുതകളിൽ കള്ളത്തരമൊന്നുമില്ല, അത് സത്യമാണെങ്കിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ ഭീഷണിയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം കേരളത്തിനകത്ത് ജീവിക്കുന്ന നമുക്കെല്ലാം ഈ ഭീഷണി ഇല്ലേ, നമ്മുടെ മുമ്പാകെ ഈ ഭീഷണി ഇങ്ങനെ നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ. എങ്ങനെ ഇതിനെ തരണം ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നല്ലേ ചിന്തിക്കേണ്ടത്, എന്നല്ലേ പറയേണ്ടത്, അല്ലേ? അത് ചെയ്യാതെ അദ്ദേഹത്തെ ആക്രമിച്ച് നിശബ്ദരാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചു പോയി അൽ മുഹമ്മദ്. കാര്യമൊന്നുമില്ല. ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര മാറ്റം വന്നു. കാപ്പിപ്പൊടി അച്ഛൻ്റെ ഇഷ്യൂ നടന്നിട്ട് ചില മാസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ചില മാസങ്ങൾ കൊണ്ട് കേരളത്തിനകത്തെ ക്രൈസ്തവർ പലതും പഠിച്ചു. ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഇല്ലാതായി പോയതുകൊണ്ടാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ പലതും പഠിച്ചു. അത് ഹാഗിയ സോഫിയ വിഷയത്തിൽ പഠിച്ചു. പാകിസ്ഥാനിലെ മരിയ ഷഹബാസിൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും പഠിച്ചു. പല വിഷയങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. കാര്യമൊന്നുമില്ല. ക്രൈസ്തവർ ഒരു വിഷയത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സകല എണ്ണം, അൽ മുഹമ്മദ് അല്ല, അതിൻ്റെ മുകളിലുള്ള സകല ജിഹാദികളും കണ്ടം വഴി പായേണ്ടി വരും. അതാണ് സ്ഥിതി. ക്രിസ്ത്യാനികളുടെ ഇങ്ങനെയുള്ള പ്രതികരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അതൊക്കെ. ഏതായാലും അൽ മുഹമ്മദ് ആ വീഡിയോയിൽ ഉന്നയിച്ചിരിക്കുന്ന ബാക്കി ആരോപണങ്ങൾക്കുള്ള മറുപടി ദൈവം അനുവദിക്കുന്ന പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിൽ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അൽ മുഹമ്മദിൻ്റെ 10 മിനിറ്റ് വീഡിയോയ്ക്കുള്ള മറുപടി ഞാൻ എത്ര ചുരുക്കി നോക്കിയിട്ടും 2 മണിക്കൂറോളം വരുന്നുണ്ട്. ഞാൻ പരമാവധി ചുരുക്കാൻ നോക്കി. കാരണം പല ആളുകളും പറയാറുണ്ട് വീഡിയോകളെല്ലാം ചെറുതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോകളുടെ താഴെ കമൻറ്റുകൾ ഇടുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിനകത്ത് മെസ്സഞ്ചറിൽ വരുന്നുണ്ട്, വാട്സാപ്പിലൊക്കെ ചെറിയ വീഡിയോ ചെയ്യും ബ്രദറെ, ചെറിയ വീഡിയോ ചെയ്യും പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് ചെറിയ വീഡിയോ ആക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ 10 മിനിറ്റിനകത്ത് 10 മണിക്കൂർ നമുക്ക് വിശദീകരിച്ച് പറയാത്തക്ക വിധത്തിലുള്ള കള്ളങ്ങൾ, ആരോപണങ്ങളൊക്കെ നടത്തി വ്യക്തിഹത്യ നടത്തിക്കൊണ്ടൊക്കെ ഉള്ള വീഡിയോ ഇറക്കുമ്പോൾ എങ്ങനെയാണ് അത് ചെറിയ വീഡിയോ ആക്കി അതിന് മറുപടി കൊടുക്കേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഇത് 2 മണിക്കൂറുള്ള വീഡിയോ അടിക്ക് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് ഇപ്പോൾ ഇവിടെ നിർത്തുന്നത്. ഇനി ബാക്കി ദൈവം അനുവദിക്കുന്ന വർഷം അടുത്ത വീഡിയോയിൽ കാണാം.
അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരേക്കും ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.